أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇസ്ലാമിനെയാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ ഇസ്ലാമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദീനിന് മതം എന്നർത്ഥം വെച്ചു. ആ മതം എന്ന പ്രയോഗം ബാക്കിയുള്ള പദങ്ങൾക്കൊക്കെ നാം ബാധകമാക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ദീനുൽ ഇസ്ലാമിനെയും ഒരു മതം എന്ന നിലക്ക് നാം പരിചയപ്പെട്ടു. അപ്പം മതങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ മറ്റ് മതങ്ങളോടൊപ്പം നാം ഇസ്ലാമിനെയും എണ്ണാൻ തുടങ്ങി. ഇത് നമുക്ക് നാം അകപ്പെട്ടിരിക്കുന്ന വലിയൊരു വഞ്ചനയും ചതിയുമാണ്. മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിനെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? അത് ഈ മതങ്ങൾ എന്താണ്, ഇസ്ലാം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നമ്മൾ സാധാരണ ഇസ്ലാം മതം, ഹിന്ദു മതം, ക്രിസ്തു മതം, ജൂതമതം എല്ലാറ്റിനും മതം 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 എന്ന് പറയും. ഇത് സയനിസ്റ്റുകളുടെ അല്ല, ഓറിയന്റലിസ്റ്റുകളുടെ ഒരു വലിയ ചതിയായിരുന്നു. അത് 16-ാം നൂറ്റാണ്ടിൽ ചരിത്രം പരിശോധിച്ചാൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് കുരിശി വിപ്ലവം അവസാനിക്കുന്നത്. ഈ കുരിശി വിപ്ലവം അവസാനിച്ചത് ഒരു വിജയം എന്ന നിലക്കല്ല, അവസാനിപ്പിച്ചതാണ്. ക്രിസ്ത്യാനികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവസാനിപ്പിച്ചതാണ് കുരിശി വിപ്ലവം. എന്നിട്ടതൊക്കെ ഒന്ന് കോംപ്രമൈസായിട്ട് അവർ വളരെ തന്ത്രപരമായി 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, ഇതിപ്പോൾ 21-ാം നൂറ്റാണ്ടാണ്, 16-ാം നൂറ്റാണ്ടിൻ്റെ ഒരു 500 കൊല്ലം മുമ്പ്
5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. വളരെ തന്ത്രപരമായി ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു വെച്ചാൽ, ക്രിസ്ത്യാനികളുടെ മെഷനറിയാണ് ഓറിയൻ്റലിസ്റ്റുകൾ. ജൂത സമൂഹത്തിൻ്റെ മെഷനറി ഫാസിസമായതുപോലെ, സയനിസ്റ്റുകളായതുപോലെ ഈ മെഷനറിക്ക് എപ്പോഴും രാഷ്ട്രീയ താല്പര്യമുണ്ടാകും. മതങ്ങളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവരാണ് ഇവരൊക്കെ. ഓറിയൻ്റലിസ്റ്റുകൾക്ക് ക്രിസ്ത്യാനിസത്തോട് വലിയ കൂറൊന്നുമില്ല. അതേപോലെ തന്നെ സയനിസ്റ്റുകൾക്ക് ജൂതമതത്തോടും വലിയ കൂറൊന്നുമില്ല. അതേപോലെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂൻ അടക്കമുള്ള രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഇസ്ലാമോടല്ല താല്പര്യം. ഇസ്ലാമിനെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുക, ക്രിസ്തുമതത്തെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുക, അതാണ് ഓറിയൻ്റലിസം. ജൂതനെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുക, അതാണ് സയനിസം. ഇതൊക്കെ നമ്മൾ വളരെ ഗഹനമായി ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന വിഷയമാണ്. ഇവിടെ മതങ്ങളെന്താണ്, മതങ്ങളെന്താണ്, ഇസ്ലാം എന്താണെന്ന് തിരിച്ചറിയണം. മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പുരോഹിത നിർമ്മിതിയാണ്. ആകാശവുമായിട്ട് മതങ്ങൾക്ക് ബന്ധമില്ല. ആകാശവുമായിട്ട് മതങ്ങൾക്ക് ബന്ധമില്ല. വഹിയുമായിട്ട് മതങ്ങൾക്ക് ബന്ധമില്ല. അതെങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി മോഡേൺ ഹിസ്റ്ററിക്കാരൊക്കെ ഒരുപാട് ശ്രമിക്കും. അത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ചരിത്രകാരന്മാരും വളരെ എല്ലാം നമ്മളും നിങ്ങളെല്ലാം ഒന്ന് തന്നെയാണെന്ന് പറയുന്ന കൂട്ടക്കാർക്കൊക്കെ അത് വലിയ സാമർഥ്യമാണ്. മതങ്ങൾക്ക് ആകാശവും വഹിയുമായിട്ട് ബന്ധമില്ല. പിന്നെന്താണ് മതം? മതം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യർക്ക് വളരെ ഗഹനമായി പഠിക്കേണ്ട വിഷയമാണത്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് ആദർശത്തെ നിബന്ധനയാക്കി വെച്ചില്ല. അത് മതക്കാർക്ക് വലിയൊരു തലവേദനയാണ്. ഒരു ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പോളിസി എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ മുഴുവനും ഭൗതിക കാര്യങ്ങളിൽ സമന്മാരാണ്. ആവശ്യങ്ങൾ ആദർശങ്ങൾ 2 പ്രയോഗങ്ങളാണ്. ആവശ്യങ്ങൾ, ആദർശങ്ങൾ. ആവശ്യം ഭൂമിയിൽ മരിക്കുന്നത് വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആദർശം മരണത്തിന് ശേഷം ലഭിക്കേണ്ട കാര്യമാണ്. ഇത് രണ്ടും നടക്കേണ്ടത് ഭൂമിയിൽ തന്നെയാണ്. ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നത് അസ്ബാബുകളെ കൊണ്ടാണ്. ആദർശം പൂർത്തിയാകുന്നത് അഅ്മാലുകളെ കൊണ്ടാണ്. അസ്ബാബ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ്, വസ്തുക്കൾ. അഅ്മാൽ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ. അപ്പോൾ ആവശ്യപൂർത്തീകരണത്തിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന സംവിധാനം അസ്ബാബുകളാണ്. ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഞാൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് മുസ്തഖറുൻ, താമസിക്കാനുള്ള സൗകര്യം, വ മതാഉൻ, തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാടുകൾ, ഇലാ ഹീൻ, ഒരു നിശ്ചയ സമയം വരെ. ഇതും പറഞ്ഞിട്ടാണ് അല്ലാഹു തആല മനുഷ്യനെ ഭൂമിയിൽ പാർപ്പിക്കുന്നത്. അപ്പം ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് അമ്മായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ പിന്നെ മതം, ജാതി, മതം അതൊന്നും അല്ലാഹു തആല പരിഗണിക്കാറില്ല. എന്നാൽ പലപ്പോഴും പറയുന്ന വിഷയമാണ്. അതൊന്നും അല്ലാഹു തആല ആദർശം പരിഗണിച്ചിട്ടല്ല ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത്. ഈ ആവശ്യം പൂർത്തിയാക്കുന്നതിന് അസ്ബാബുകളെ സംഘടിപ്പിക്കുക. ഇതുപോലെ വിശക്കുമ്പോൾ ഭക്ഷണം, ദാഹിക്കുമ്പോൾ വെള്ളം, മാനം മറക്കാൻ വസ്ത്രം, സന്താനങ്ങളും അതുപോലെ കുടുംബമുണ്ടാകാൻ വിവാഹം കഴിഞ്ഞാൽ മക്കൾ, താമസിക്കാനൊരു വീട്, ജീവിക്കാനൊരു ജോലി, അല്ലെങ്കിൽ ഒരു കച്ചവടം, അല്ലെങ്കിൽ ഒരു ഉദ്യോഗം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മൊത്തത്തിൽ ആമാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഹിന്ദുവിൻ്റെ വിശപ്പ്, ക്രിസ്ത്യാനിയുടെ ദാഹം, മുസ്ലിമിൻ്റെ അങ്ങനെയില്ല. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. മനുഷ്യർക്ക് മൊത്തത്തിൽ വിശപ്പ് ഒരുപോലെയാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ദാഹം എല്ലാവർക്കും ഒരേപോലെയാണ്.
അതുകൊണ്ട് തന്നെ വിശപ്പ് തീർക്കാനുള്ള ഭക്ഷണം, ദാഹം തീർക്കാനുള്ള വെള്ളം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നത് ആമായിട്ടാണ്, മതവും ജാതിയും നോക്കിക്കൊണ്ടല്ല. ഈ ആവശ്യ വസ്തുക്കളെ, ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് മതം ആവശ്യമില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഞാൻ പറയാറുണ്ടല്ലോ, ഒരു മുസ്ലിം ബിസ്മി ചൊല്ലി വിവാഹം കഴിച്ചാൽ അവനിക്കും അല്ലാഹു തആല മക്കളെ കൊടുക്കും. ഒരു ക്രിസ്ത്യാനി യേശുവിനെ വിളിച്ച് കല്യാണം കഴിച്ചാൽ അവനിക്കും അല്ലാഹു തആല മക്കളെ കൊടുക്കും. ഒരു ഹിന്ദു രാമനെയോ കൃഷ്ണനെയോ വിളിച്ച് കല്യാണം കഴിച്ചാൽ അവനിക്കും മക്കളെ അല്ലാഹു തആല കൊടുക്കും. ഒരു നിരീശ്വരവാദി പാർട്ടി ഓഫീസിന് മാലയിട്ട് കല്യാണം കഴിച്ചാൽ അവനിക്കും മക്കളെ അല്ലാഹു തആല കൊടുക്കും. ഒരു ഷീഈ മതക്കാരൻ ജാറത്തിൽ ചെന്നിട്ട് അൽഫാത്തിയ വിളിച്ചിട്ട് കല്യാണം കഴിച്ചാൽ അവർക്കും മക്കളെ അല്ലാഹു തആല കൊടുക്കും. ഒരു ജൂതമതസ്ഥൻ ഉസൈറിനെ വിളിച്ച് കല്യാണം കഴിച്ചാൽ അവനിക്കും അല്ലാഹു തആല മക്കളെ കൊടുക്കും. ഇവിടെ അല്ലാഹു തആല മക്കളെ കൊടുക്കുന്നത് ആദർശം നോക്കിയിട്ടല്ല, നിക്കാഹ് ചെയ്തതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കിട്ടിയ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടാൻ പാടില്ല. മറ്റുള്ളവർക്ക് മക്കളെ കൊടുക്കുന്ന അല്ലാഹു അല്ലാതെ വേറെ ആരെങ്കിലും ആണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അത് കൊടിയ കുഫ്റുമാണ്. ആകെ മൊത്തം ഇസ്ലാം എന്ന ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത്, നമ്മൾ മീൻസ് ഷിയാക്കളെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, നമ്മളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കിയ, ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി വളരെ കുറച്ച് അലിഫ്ബാത്തായെങ്കിലും പഠിച്ചിരിക്കുന്ന സലഫികൾ, അവരൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഇപ്പോഴും അത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊരു സങ്കടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ പുറന്തുടിക്ക് മുകളിൽ അങ്ങനൊരു വ്യവസ്ഥ അല്ലാഹു തആലക്കില്ല. ആദർശമുള്ളവനിക്ക് മാത്രം വാരിക്കോരി കൊടുക്കുക, അല്ലാത്തവർക്ക് തീരെ കൊടുക്കാതിരിക്കുക. അത് അള്ളാഹുവിൻ്റെ നയത്തിന് നേരെ എതിരാണ്. അല്ലാഹു തആല വാരിക്കോരി കൊടുത്തിരിക്കുന്നതെല്ലാം ഇസ്ലാമിൻ്റെ ബദ്ധവേരികൾക്കാണ്. ചരിത്രം പരിശോധിക്കും. എന്നിട്ട് പ്രവാചകന്മാർ മുഴുവനും അള്ളാഹുവിനോട് പരാതി പറയില്ലേ, നീ ഇവർക്ക് ഇതെല്ലാം കൊടുത്തിട്ട് നമ്മളെ എതിരാളികളെ നമ്മളെ എതിർക്കാൻ വിട്ടിരിക്കുകയല്ലേ അള്ളാഹുവെ. ഉഖ്ബത്ത് ബിൻ റബീഅയെ സംബന്ധിച്ച് വലിയ പരാതി ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വലിയ മാന്യനാണ്, വലിയ സമ്പന്നനാണ്, വലിയ തറവാട്ടുകാരനാണ്, ഖുറൈശിയാണ്. അഷ്റഫുൽ ഖൽഖിനെ എതിർക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ എതിരാളി അദ്ദേഹമാണ്. അയാളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞപ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹി ഞങ്ങളെ അറിയിക്കുന്നത് എന്താ? ഓ മുഹമ്മദ് നബി, ദർനി വമൻ ഖലഖ്തു വഹീദ, ഞാൻ സൃഷ്ടിച്ച്, ഞാൻ സംവിധാനിച്ച്, ഞാൻ ഏർപ്പാടാക്കിയതാണ് അവനെ നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. ഞാൻ അവനിക്ക് ഒരുപാട് സമ്പത്തുകൾ, മഹത്തുലഹു തംഹീദ, ദുനിയാവ് നിറച്ച് സമ്പത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അവനിക്ക്. മക്ക മുതൽ തായിഫ വരെയുള്ള തോട്ടം. ബനീന ഷുഹൂദ, ഗടാഗടിയന്മാരായ മക്കളെയും ഞാൻ കൊടുത്തതാണ്. അള്ളാഹു അറിയുന്നു, ഖുർആനാണ്. ആദർശത്തിൻ്റെ പേരിലാണോ? ആദർശത്തിൻ്റെ വിഷയത്തിൽ ബദ്ധവേദിയല്ലേ അയാൾ? ദീനുൽ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവല്ലേ അയാൾ? അയാൾ ഞാൻ കൈകാര്യം ചെയ്തോളാം നബിയെ, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ജോലി ചെയ്യും, വളരെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വസ്ദഉ ബിമാ തുഅ്മർ, വസ്ദഉ ബിമാ തുഅ്മർ. ഇതാണ് മുവഹിദീങ്ങളുടെ ജോലി. വസ്ദഉ ബിമാ തുഅ്മർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറ. അള്ളാഹു മാത്രം, തൗഹീദ് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറ. ശിർക്ക് അപകടമാണെന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറ. വസ്ദഉ ബിമാ തുഅ്മർ വഅരിദ് അനിൽ ജാഹിലീൻ, ഈ സമ്പന്നന്മാരായ ജാഹിലീങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒഴിവാക്കിക്കളാം. നിങ്ങൾ അവരെ കണ്ടിട്ട് പേടിക്കുകയോ അവരെ കണ്ടിട്ട് പ്രതീക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട. വഅരിദ് അനിൽ ജാഹിലി, ദഅവത്തിൻ്റെ വിഷയത്തിൽ മറുപുറം ചിന്തിക്കുന്ന വിഷയമേ ഇല്ല. മറുപുറത്ത് അല്ലാഹു തആല വെച്ചിരിക്കുന്ന പ്രതിപക്ഷം സമ്പന്നന്മാരാണ്. വളരെ സമ്പത്തും അധികാരവും നൽകിയ ഒരു സമൂഹത്തെ നിലവിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ആ സമൂഹത്തിലേക്ക് അല്ലാഹു റസൂലിനെ അയക്കുന്നത്. എന്താ മനസ്സിലാക്കാത്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുമ്പോൾ സമ്പന്നന്മാരായ സമൂഹമാണ് ലോകത്തുള്ളത്. അന്ന് ഇറാഖ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് ഇറാഖ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ വളരെ സെറ്റപ്പോടെ ജീവിക്കുന്നൊരു സമൂഹത്തിലേക്കാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. സാമ്പത്തിക രംഗം, സാമൂഹ്യ രംഗം, രാഷ്ട്രീയം ഇതെല്ലാം വളരെ സജീവമാണ്. അന്ന് കാട്ടാളന്മാരെ മാതിരി കാട്ടിലെടിയോ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തൗഹീദ് പ്രസംഗിക്കുകയല്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. നമ്മൾ ചരിത്രം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മുവഹീദുകളെയാണ്. മുവഹീദുകൾക്ക് തൗഹീദിൻ്റെ ഉറവിടം മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങും. ഷീഇയ്യത്തും സലഫിയത്തും നമ്മുടെ വ്യത്യാസം, ഷീഇയ്യത്ത് സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ആൾബലം കൊണ്ടും നിലനിന്നുകൊണ്ടതാണ്. സലഫിയത്ത് ഇത് മൂന്ന് കൊണ്ട് നിലനിൽക്കുകയില്ല. ആൾബലം കൊണ്ട് സലഫിയത്ത് നിലനിൽക്കുകയില്ല, സമ്പത്ത് കൊണ്ട് സലഫിയത്ത് നിലനിൽക്കുകയില്ല, രാഷ്ട്രീയം കൊണ്ട് സലഫിയത്ത് നിലനിൽക്കുകയില്ല. സലഫിയത്ത് ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിതത്തിലെ വളരെ ശക്തവും തീവ്രവുമായ നയപരിപാടികളെ കൊണ്ട് മാത്രമേ സലഫിയത്ത് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിൽ വളരെ കുറച്ച് പേര് മാത്രം, മഹാഭൂരിപക്ഷം അപ്പുറത്ത്. ഇനി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എടുക്കും. നമ്രൂദിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായൊരു രാഷ്ട്രീയ സംവിധാനം അന്ന് ഇറാഖിലുണ്ട്. സമ്പന്നന്മാരായ കോടീശ്വരന്മാരായ ആൾക്കാർ ജീവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. നമ്രൂദാണ് അവരുടെ ഭരണാധികാരി. തിന്ന് കുടിച്ച് മതിച്ച് ജീവിക്കുകയാണ്. അവർക്കിടയിലേക്കാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു റസൂലാക്കി നിയോഗിക്കുന്നത്. ഇനി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം എടുക്കും. ഫിറഔൻ്റെ നേതൃത്വത്തിൽ കിബുത്തികളുടെ വളരെ ശക്തമായൊരു ഫാസിസ്റ്റ് ഭരണം ഈജിപ്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. ആ ഭരണത്തിൻ്റെ കീഴിൽ വളരെ സൗഖ്യമായി ജീവിക്കുകയായിരുന്നു ജനം. തിന്ന് കുടിച്ച് മതിച്ച് ജീവിക്കുകയായിരുന്നു ജനം. ഫിറൗനെ അംഗീകരിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടയില്ല. വളരെ രാഷ്ട്രീയ ശക്തിയുമാണ് ഫിറൗൻ്റേത്. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ഫിർഔൻ പിരമിഡുകൾ ഉണ്ടാക്കി നൈൽ നദിയുടെയും ചെങ്കടലിൻ്റെയും തീരത്ത്. എന്നിട്ട് അയാളുടെ രാഷ്ട്രീയ ശക്തി തെളിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അയാൾ ഇസ്രായേൽ സമൂഹം ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളവരാണ്, അവരെ അടിച്ചൊതുക്കിയത്. ഇസ്രായേൽ സമൂഹം, ഇസ്രായേൽ, ബനു ഇസ്രായേൽ ഇസ്ഹാഖ് നബിൻ്റെ പേരക്കുട്ടികളാണ്, ഇബ്രാഹിം നബിൻ്റെ പേരക്കുട്ടികളാണ് അവർ. കിബുത്തികൾ അങ്ങനെയല്ല. ഫിറോൻ സമൂഹം പുറത്തുനിന്ന് വന്നവരാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിൻ്റെ മകൻ യാക്കൂബ്, യാക്കൂബിൻ്റെ മക്കൾ 12 പേര്. ആ 12 പേരുടെ മക്കൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്ക് ഇസ്ലാമിക പാരമ്പര്യമുള്ളവരാണ് അവർ, ബനു ഇസ്രായേൽ. അവരിലേക്കാണ് അല്ലാഹു തആല മൂസ നബിയെ പ്രവാചകനാക്കി നിയോഗിക്കുന്നത്. ഇവരും ഇസ്ലാമിൻ്റെ പാരമ്പര്യക്കാരായതുകൊണ്ടാണ് ഫറോവാക്ക് ഇത്ര വെറുപ്പ് ഇവരോട്. ഏത് സമയത്തും ഇസ്ലാമിൻ്റെ അംശങ്ങൾ അവരിൽ നിന്ന് പുറത്തു വരും. അവരെ അടിച്ചൊതുക്കുകയായിരുന്നു, എല്ലാവർക്കും തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്തിട്ട്. അവരിലേക്കാണ് അല്ലാഹു തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനാക്കി നിയോഗിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം എടുക്കും. വളരെ സമ്പന്നന്മാരും വളരെ ശക്തന്മാരും വളരെ വലിയ വലിയ ബിസിനസ്സുകാരും അറബി സാഹിത്യത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ളവരുമായ സമൂഹമാണ് ഖുറൈശികൾ. ഈ ഷീഈ മൊല്ലന്മാരിവിടെ കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഖുറൈശികൾ ഒന്നും കൊള്ളാത്തവരാണ്, അവർ തിന്നാനും കുടിക്കാനും ഗതിയില്ലാത്തവരാണ്, അവർ കാടന്മാരെ പോലെ, ഇവിടുത്തെ ആദിവാസികളെ പോലെ ജീവിക്കുന്നവരാണ്. ആ രീതി ആക്കി തീർത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ജാറങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഖുറൈശികളെ അല്പന്മാരാക്കേണ്ട ഇവരാവശ്യമാണ്. ഖുറൈശികൾ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്, അവരുടെ മതം ഇസ്ലാമാണ്. അവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലും ശരീഅത്തിലും ജീവിക്കുന്നവരാണ്. അബൂ താലിബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറബി സാഹിത്യത്തിൽ അഗ്രഗണ്യനാണ്. ഖത്താബിൻ്റെ മകൻ ഉമർ അറബി സാഹിത്യത്തിൽ അഗ്രഗണ്യനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നതുകൊണ്ട് അറബികൾ മുഴുവനും അങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട് ലോകത്ത്. അഷ്റഫുൽ ഖൽഖിനെ അല്ലാഹു തആല അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാണ്. കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു നിരക്ഷരനായ ഒരാളെ വെച്ചിട്ട് വേണം ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ. ഈ ഖുർആനാകുന്ന ഏറ്റവും വലിയ മുഅ്ജിസത്ത് അഷ്റഫുൽ ഖൽഖിൻ്റെ നാവിലൂടെ വേണം പുറത്തു കൊണ്ടുപോകുക. അത് അള്ളാഹുവിൻ്റെ പ്ലാനാണ്, അള്ളാഹുവിൻ്റെ മുൻ തീരുമാനമാണ്. ആ പ്ലാൻ അനുസരിച്ചാണ് അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുത്തും വായനയും പഠിപ്പിക്കാതെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇടപെടലുകളാണ്. എന്നല്ലാതെ അഷ്റഫുൽ ഖൽഖടക്കം അറബികൾക്കൊന്നും എഴുതാനും വായിക്കാനും അറിയില്ല, എല്ലാവരും ജാഹിലീങ്ങളാണ്, പടുവിഡ്ഢികളാണ് എന്നൊരു ധാരണ വേണ്ട ആയിരിക്കും. വലിയ വലിയ പ്രഗത്ഭന്മാരായ കവികളും
പ്രഗത്ഭന്മാരായ പണ്ഡിറ്റുകളും ഉണ്ടായിരുന്നു അറബികളെ കൂട്ടത്തിൽ, ഖുറൈശികളെ കൂട്ടത്തിൽ. അങ്ങനെ ഖുറൈശി വിഭാഗത്തിൻ്റെ പ്രമാണിത്വത്തിൻ്റെ സമ്പന്നതയുടെ സൗക്കിൽ ജീവിച്ച് സുഖിച്ച് ജീവിക്കുകയായിരുന്നു ഖുറൈശി സമൂഹം. ആ സമൂഹത്തിലേക്കാണ് അഷ്റഫുൽ ഖൽഖിനെ റസൂലാക്കി അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം സമ്പത്തും അധികാരവും ഇസ്ലാമിൻ്റെ അഡ്രസ്സിലാണ് എന്ന് കരുതുകയേ ചെയ്യരുത്. അങ്ങനൊരു സംവിധാനം ഇസ്ലാം ദീനിൻ്റെ ഇല്ല. സമ്പത്ത്, അധികാരം, രാഷ്ട്രീയം, ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇസ്ലാമിക് പൊളിറ്റീഷ്യൻ, അങ്ങനൊരു പരിപാടിയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദും ഷിർക്കും, അതാണ് ഇസ്ലാം. ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിനെ ഇടപെടിപ്പിച്ചുകൊണ്ടായിരിക്കുക, ഇത് തൗഹീദ്. ഈ ഭൂമിയിൽ എന്ത് നടക്കാനും അള്ളാഹു അല്ലാത്ത ഒന്നിനെയും പരിഗണിക്കാതിരിക്കുക, അതാണ് ശിർക്ക്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എല്ലാ കാലഘട്ടങ്ങളിലും. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, മതങ്ങൾ, ഇസ്ലാം എന്നത് വേർതിരിക്കപ്പെട്ടത് വളരെ തന്ത്രപരമായ ചിന്തയിലൂടെയാണ്. ഇസ്ലാമിൻ്റെ മതങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ ഇസ്ലാമിനെ കൊല്ലാൻ എളുപ്പമാണ്. അപ്പം എന്താണ് മതങ്ങൾ? ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വസ്തുക്കളെ സംഘടിപ്പിക്കാൻ ആത്മീയ ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ആ ആത്മീയ ബന്ധത്തിന് മരിച്ചുപോയ മഹത്തുക്കളെയോ ജീവിച്ചിരിക്കുന്ന ജിന്നുകളെയോ അല്ലെങ്കിൽ മലക്കുകളെയോ ഇടപെടിപ്പിക്കുക. നിങ്ങളിപ്പോൾ ഏത് കാലഘട്ടത്തിൽ ആലോചിക്കും? എല്ലാ കാലഘട്ടങ്ങളിലും മതങ്ങളുടെ പോളിസി ഒരിക്കലും ആഖിറത്തിൽ മരണത്തിന് ശേഷമുള്ള ജീവിതം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ചയല്ല. മതങ്ങൾ ഈ ഭൂമിയിൽ സൗഖ്യമായി ജീവിക്കാൻ എങ്ങനെയാണ്, എന്താ ചെയ്യാന്നുള്ളതിനെപ്പറ്റിയാണ് മതങ്ങൾ ചർച്ച ചെയ്യുന്നത്. സമ്പന്നനാകൽ എങ്ങനെയാണ്, രാഷ്ട്രീയക്കാരനാകൽ എങ്ങനെയാണ്, രാജ്യം ഭരിക്കൽ എങ്ങനെയാണ്, ഇതൊക്കെയാണ് മതങ്ങൾ ചർച്ച ചെയ്യുന്നത്. മരിച്ചുപോയ മഹത്തുക്കളെ, മനുഷ്യരിൽ നിന്ന് മരിച്ചുപോയ മഹത്തുക്കളെയോ ജിന്നുകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയോ അതല്ലെങ്കിൽ മലക്കുകളെയോ ഈ രീതിയിൽ മനുഷ്യരുടെ ഭൗതിക ഇടപെടലുകൾക്ക് അപ്പുറത്ത് കഴിഞ്ഞുകൂടുന്നവർ, എന്നാലേ ഒരു ആത്മീയ ശക്തി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചവർക്ക് ബഹുമാനം കൊടുക്കുന്നത് ഷിയാക്കൾക്ക് എപ്പോഴും മരിച്ചവരെ പറ്റി മാത്രമേ അവർ ചർച്ച ചെയ്യുള്ളൂ, ജീവിച്ചിരിക്കുന്നവരെ പറ്റി ചർച്ച ചെയ്യില്ല. ഇനി ജീവിച്ചിരിക്കുന്നവരെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മരിച്ചവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും ശൈഖുനമാരെയും മൗലാനമാരെയും അവർ ചർച്ച ചെയ്യുക. നിങ്ങളെപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, മരിച്ചുപോയവരെ പറ്റി മാത്രം. എന്താ കാര്യം? ഈ മരിച്ചുപോയവരെ മാത്രമേ ആത്മീയമായി ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ജീവിച്ചിരിക്കുന്ന തങ്ങന്മാരെ, ശേഖന്മാരെ ആത്മീയമായി ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ ജീവിച്ചിരിക്കുന്ന ഈ വലിയ വലിയ ശേഖന്മാർ തനി വ്യഭിചാരികളായിരിക്കും, ചില മദ്യപാനികളായിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവടിയന്മാരായിരിക്കും. സംഗതി സലാത്ത് കേൾക്കേണ്ടി, ദിക്ർ കേൾക്കേണ്ടി ഒക്കെ നേതാവുമായിരിക്കും. അതുകൊണ്ടാണ് ഈ ജീവിച്ചിരിക്കുന്നവരെ വെച്ചിട്ട് അവർ കളിക്കാത്തത്. ജീവിച്ചിരിക്കുന്നവരെ വെച്ച് കളിച്ചാൽ എപ്പോഴെങ്കിലും അത് പൊളിയും. അപകടം പിടിച്ച ജീവിത രീതി, അവർ രഹസ്യ ജീവിതത്തിലേക്ക് കടന്നാൽ, അത് ഇപ്പോഴത്തെ കാലം പ്രത്യേകിച്ചിട്ട് പഴയ കാലം പോലെ രഹസ്യം അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാലമല്ല. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന ശേഖരൻ എന്നാലും പിന്നെ പടുവിഡ്ഢികൾ, അസ്ഫഹു സുഫഹ, വിഡ്ഢികളിൽ ഏറ്റവും വലിയ വിഡ്ഢികൾ, ആ ജീവിച്ചിരിക്കുന്നവർ എന്ത് തോന്നിവാസം ചെയ്താലും അവരെ ശേഖായിട്ട്. ചില സൂഫി തരീഖത്തിൻ്റെ ശരി കണ്ടിട്ടില്ലേ? ചില സൂഫി തരീഖത്തിൻ്റെ ശേഖന്മാരുടെ ക്വാളിഫിക്കേഷൻ തന്നെ സിനാ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കള്ളുടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കഞ്ചാവടിക്കുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന പല തരീഖത്തിൻ്റെയും ശേഖന്മാരുടെ രീതി. അതുകൊണ്ട് കൂടുതൽ അവർ ജീവിച്ചിരിക്കുന്നവരെ ഫോളോ ചെയ്യില്ല മതക്കാർ, മരിച്ചവരെയാണ് ഫോളോ ചെയ്യാൻ നിൽക്കുക. കാരണം മരിച്ചവരെ കൊണ്ട് മാത്രമേ സാധാരണക്കാരനെ പറ്റിക്കാൻ കഴിയുള്ളൂ. ജീവിച്ചിരിക്കുന്നവർ വെച്ചിട്ട് സാധാരണക്കാരനെ പറ്റിക്കണമെങ്കിൽ അത്രമാത്രം ശൈത്താനിയത്ത് ഉണ്ടാവണം നേതൃത്വത്തിന് അത്രമാത്രം. ഇപ്പം കേരളത്തിലെ ഈ സംവിധാനങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിൽ ഷീഇയ്യത്ത് പല തട്ടുകളിലാണ്. പാരമ്പര്യ മുസ്ലിമുകളുണ്ട്, തനി ഷിയാക്കൾ. അങ്ങ് ഇറാൻ മുതൽ ഇങ്ങ് കാരന്തൂർ വരെ നീണ്ടു കിടക്കുന്ന ഹറൂരി ഷീഇയ്യത്തിൻ്റെ ആൾക്കാർ, അവരൊക്കെ ഹറൂരി ഷീഇയ്യത്തിൻ്റെ ആൾക്കാരാണ്. അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖുകൾ എത്ര മോശക്കാരായാലും ശരി അവരെ പിറകെ കൂടുക എന്നുള്ളതാണ് ആ ഷീഇയ്യത്തിൻ്റെ പരമ്പരാഗത താല്പര്യം. ഏതാണ്ടൊരു 1000-1300 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് അവർക്കൊക്കെ.
പിന്നൊന്ന് പാരമ്പര്യക്കാരാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങൾ. ചില കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് ശീയത്ത് ഉണ്ടാകുകയുള്ളൂ, എല്ലാ കാര്യത്തിലും ശീയത്ത് ഉണ്ടാകുകയില്ല. കേരളത്തിൽ അതിന് ഉദാഹരണങ്ങളുണ്ട്. അത് ഏതാണ്ട് യമൻ മുതൽ ഏതാണ്ട് ചേളാരി വരെ നീണ്ടു കിടക്കുന്ന സമൂഹം. ഇതൊക്കെ നമ്മൾ താരതമ്യ പഠനം നടത്തിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മതക്കാർ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വസ്തുക്കളെ സമ്പത്തുണ്ടാക്കാൻ, സമ്പത്ത് സംഘടിപ്പിക്കാൻ ആത്മീയത ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ സാധാരണക്കാരൻ്റെ വിശ്വാസത്തെ ഏതെങ്കിലും ഒരു ഷെയ്ഖുമായിട്ട് ബന്ധപ്പെട്ടാലേ കച്ചവടത്തിൽ ലാഭം കിട്ടുള്ളൂ, ഏതെങ്കിലും ഒരു വലിയ മരിച്ചുപോയ ജാറവുമായിട്ട് ബന്ധപ്പെട്ടാലേ കുട്ടികളുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയുമായി ബന്ധപ്പെട്ടാലേ നമ്മുടെ കൃഷി നന്നാവുള്ളൂ. ഇതാണ് ആത്മീയ ബന്ധം. ആത്മീയ ബന്ധത്തിലൂടെ ആവശ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന തന്ത്രം. ഇതാണ് മതങ്ങൾ. ഇനി മതം പരിശോധിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർണ്ണമായും ദീനുൽ ഇസ്ലാമിനെയാണ് പഠിപ്പിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് ശേഷം മതമുണ്ടായത് ആദ്യം ദ്രാവിഡ മതമാണ്. എന്താ കാര്യം? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരായ മരിച്ചുപോയവരെ വെച്ചുകൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധാരണക്കാരനെ സംഘടിപ്പിച്ച് ദിക്ർ കൽക്കിയും സലാത്ത് കൽക്കിയും നടത്തി. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു തരാണ്. സാധാരണക്കാരനെ മാത്രമേ അതിൽ കിട്ടുള്ളൂ. ആ സാധാരണക്കാരൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ കാര്യം കച്ചവടത്തിൽ ലാഭം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ പണി പൂർത്തിയാകണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കല്യാണം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ മക്കളുണ്ടാകണമെങ്കിൽ എനിക്ക് ഈ ആത്മീയ ബന്ധം വേണം എന്ന് വരുത്തി തീർത്തു പുരോഹിതന്മാർ. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്. ദ്രാവിഡ മതം, ആര്യമതം, ജൂതമതം, ക്രിസ്തുമതം, ഷീഈ മതം, അങ്ങനെ എല്ലാ മതത്തിൻ്റെയും തലപ്പത്തുണ്ടാകുക എപ്പോഴും ഏതെങ്കിലും ഒരു റസൂലായിരിക്കും തലപ്പത്ത് വെച്ചിട്ടുണ്ടാകുക. ഏത് മതത്തിൻ്റെയും തലപ്പത്ത് അവർ അവതരിപ്പിക്കുക റസൂലിനെ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ലോകത്തുള്ള മതത്തിൽ എവിടെയെങ്കിലും പ്രവാചകന്മാരല്ലാത്ത ആരുടെയെങ്കിലും അഡ്രസ്സിൽ ഒരു മതം ലോകത്തുള്ളതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ചരിത്രത്തിൽ പ്രവാചകന്മാരല്ലാത്ത ഏതെങ്കിലും ഒരു മതം, ദ്രാവിഡ മതം, അതിൻ്റെ അഡ്രസ്സിൽ അവർ വെച്ചിരിക്കുന്ന നൂഹ് നബിനെയാണ്. ആര്യമതം അതിൻ്റെ അഡ്രസ്സിൽ വെച്ചിരിക്കുന്ന ഇബ്രാഹിം നബിനെയാണ്. ജൂതമതം അതിൻ്റെ അഡ്രസ്സിൽ വെച്ചിരിക്കുന്ന മൂസ നബിയാണ്. ക്രിസ്തുമതം അതിൻ്റെ അഡ്രസ്സിൽ വെച്ചിരിക്കുന്ന ഈസ നബിയാണ്. ഷീഈ മതം അതിൻ്റെ അഡ്രസ്സിൽ വെച്ചിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. റസൂലില്ലാത്ത ഏതെങ്കിലും ഒരു മതം കാണാൻ പറ്റും നിങ്ങൾക്ക് ചരിത്രത്തിൽ? റസൂലിനെ ചർച്ച ചെയ്യാത്ത? എന്നാൽ ആ റസൂലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവർക്ക്? ബന്ധമില്ല. സാധാരണക്കാരനെ വഞ്ചിക്കണമെങ്കിൽ റസൂലിനെ മുന്നിൽ നിർത്തണം. ഈ പാവപ്പെട്ട സാധാരണക്കാരനെ പറ്റിക്കണമെങ്കിൽ പുരോഹിതന്മാർക്ക് റസൂലിനെ മുന്നിൽ നിർത്തണം. വേറെ ഏതെങ്കിലും പിശാചിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാൽ സാധാരണക്കാരൻ പോവില്ല. എന്നിട്ട് ആ സാധാരണക്കാരൻ ഈ മരിച്ചുപോയവരെ റസൂലുമായിട്ട് ബന്ധിപ്പിക്കും. ചിലപ്പോൾ റസൂലുമായിട്ട് ഒരു ബന്ധവും അയാൾക്ക് ഉണ്ടാവില്ല. അയാൾ തനി കള്ളുകൂടിയനായിരിക്കും, അല്ലെങ്കിൽ ജിന ചെയ്യുന്നവനായിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവടിക്കുന്നവനായിരിക്കും ഈ മരിച്ചുപോയ മഹാൻ. ആ മഹാനെ റസൂലുമായിട്ട് ബന്ധിപ്പിച്ച് കണ്ടില്ലേ ആ തങ്ങൾ അങ്ങനെ ഈ തങ്ങൾ. നിങ്ങൾ കർണാടകയിലെ പോലെ, കർണാടകയിലാണ് ആ സ്വഭാവം കൂടുതലുള്ളത്. ഏതെങ്കിലും ഒരാൾ തൗഹീദ് പറയാൻ വേണ്ടി ഒരു സദസ്സിലേക്ക് വന്നാൽ ആ സദസ്സിനെതിരായിട്ട് ഷിയാക്കൾ സദസ്സ് സംഘടിപ്പിച്ചാൽ അവിടെ നേതൃത്വം പ്രസംഗിക്കുന്ന മുഴുവൻ എന്താണ്? നമുക്കറിയില്ലേ ഇന്ന ഷെയ്ഖിനെ, മഞ്ഞനാടി ഉസ്താദിനെ നമുക്കറിയില്ലേ, ഉളവളന്തങ്ങളെ നമുക്കറിയില്ലേ, മറ്റബ്ബാസ് ഉസ്താദിനെ നമുക്കറിയില്ലേ. കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിൻ്റെ രീതി അതാണ്. മതക്കാർ എപ്പോഴും സ്വീകരിച്ചൊരു രീതി അതാണ്. എപ്പോഴും അങ്ങനെയാണ് മതക്കാർ പറയുക. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സിൽ ആദർശമുണ്ടാക്കുക എന്നുള്ള രീതി ഒരിക്കലും മതക്കാർക്ക് ഉണ്ടാവില്ല. സമ്പന്നരാകുക, സമ്പത്തുണ്ടാക്കുക, അതിന് സാധാരണക്കാരനെ പറ്റുള്ളൂ. സാധാരണക്കാരനെ ചൂഷണം ചെയ്യണമെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളെ ആത്മീയതയുമായിട്ട് ബന്ധിപ്പിക്കണം. അള്ളാഹു ആവട്ടെ അങ്ങനെ ഒരു സംവിധാനം ലോകത്തുണ്ടാക്കിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട് ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന പരിപാടി അള്ളാഹു തആല ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ മനുഷ്യർക്കും, അവൻ ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവനാവട്ടെ, എല്ലാ മനുഷ്യർക്കും അള്ളാഹു തആല ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അസ്ബാബുകൾ സപ്ലൈ ചെയ്യുകയാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു പൊതു നയമാണ്. അതിന് സുന്നത്ത് എന്നാ പറയുക. അള്ളാഹുവിൻ്റെ സുന്നത്തുള്ള, അള്ളാഹുവിൻ്റെ നടപടിക്രമം. ഈ നടപടിക്രമം അള്ളാഹു തആല മാറ്റാറില്ല. വലൻ തജിദ സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ നടപടിക്ക് മാറ്റം വരുന്ന പ്രശ്നമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുത്തത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അള്ളാഹു തആല അങ്ങനെ തന്നെയാണ് പൂർത്തിയാക്കി കൊടുത്തത്. അതിലൊന്നും അള്ളാഹു തആല മതം കലർത്തിയിട്ടില്ല. അതിന് അള്ളാഹു തആല വെച്ചത് അള്ളാഹു റഹ്മാനാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്തത്? അള്ളാഹു റഹ്മാനാണ്. എന്താണ് റഹ്മാൻ?
എന്നാണ് നമ്മൾ പഴയ കാലത്ത് ഈ പറയുന്ന ഷീഈ ഉസ്താദുമാർ തന്നെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. എങ്ങത്തല്ലാ റഹ്മാൻ, അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അള്ളാഹ്. ഇപ്പോൾ ഈ ഷീഈ മദ്രസകളിലൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ്. അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ ഈ ദുനിയാവിൽ. പിന്നെങ്കത്തല്ലാ റഹീം, ദുനിയാവിൽ അനുസരിച്ചവർക്ക് ആഖിറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ. ഇപ്പോൾ ഈ വയസ്സുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവുക? സലഫി മദ്രസകളിൽ പോയവരല്ലേ അതിനെ വിശദമായ ചർച്ചയിലൂടെ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടാവുക. ഇവിടെ റഹ്മാൻ എന്ന ഇസ്മിനെ പറ്റി നമുക്ക് നിഷേധിക്കാൻ ഒക്കുമോ? അള്ളാഹ് പറയുന്നു ഞാൻ റഹ്മാനാണ്, ഞാൻ റഹ്മാനാണ്, അള്ളാഹു റഹ്മാനാണ്. റഹ്മാൻ റഹ്മാൻ, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചോളിൻ, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചോളിൻ. അള്ളാഹു ആണ് പറയുന്നത് ഞാൻ റഹ്മാനാണ്. എന്താണ് റഹ്മാൻ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊന്നും ഞാൻ വേർതിരിവില്ലാതെ ഒരു കാരണവശാലും എന്തെങ്കിലും ആദർശപരമായ വേർതിരിവ് ഒന്നും പരിഗണിക്കാതെ ആവശ്യം നൽകുന്നവൻ. എത്ര കുരുത്തം കെട്ടോനിക്കും ഭക്ഷണം കൊടുക്കുന്നോ ഞാനാണ്, എത്ര തെമ്മാടിക്കും ഭക്ഷണം കൊടുക്കുന്നോ ഞാനാണ്. കാരണം ദുനിയാവിൽ ഞാൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് ഭക്ഷണം നൽകാമെന്നത് എൻ്റെ വഅദയാണ്. അത് അല്ലാഹു തആല ഏറ്റ കാര്യമാണ്. അതൊന്നും ആദർശമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ നടക്കുന്ന കാര്യം എന്താണ്? ഞാനിത് ഊന്നി പറയാൻ കാരണം എത്ര പറഞ്ഞിട്ടും നമുക്ക് അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് തലി കയറുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യമാണ്. ഞാനിത് ഊന്നിപ്പറയാനുള്ള കാരണം ജാറങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തിന് നിഷേധിക്കാനുള്ളതാണ്. ആ നിഷേധം തന്നെ കുഫ്റാണ്. അപ്പോൾ നിലവിലുള്ള ജാറങ്ങൾ, ദർഗകൾ, അത് കുഫറിൻ്റെ പര്യായങ്ങളാണ്, അടയാളങ്ങളാണ്. എന്താണ് അവിടെ നടക്കുന്ന കുഫർ? റഹ്മാൻ എന്ന ഇസ്മിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് ഒരു മുസ്ലിമിൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു മഹാനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടുത്തെ ഷീഈ ഉസ്താദുമാർ അങ്ങനെയാണ് പഠിപ്പിക്കാറ്. ഒരു മുസ്ലിമിൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ആ ആവശ്യം പൂർത്തിയാകാൻ ഏതെങ്കിലും മഹാനുമായിട്ടുള്ള ബന്ധമുണ്ടാകണം. കാരണം നമ്മൾ അല്ലാഹു തആലക്ക് അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരല്ല, നമ്മൾ അല്ലാഹുമായിട്ട് അത്ര ബന്ധമുള്ള ആൾക്കാരല്ല. നമ്മുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഈ പുരോഹിതന്മാർ പാവപ്പെട്ട സാധാരണക്കാരനെ പറ്റിക്കുന്നത് ആ രീതിയിലാണ്. കാരണം സാധാരണക്കാരൻ, ഈ പറയപ്പെട്ട ഈ സാധാരണക്കാരൻ പൊതുവിൽ ദീനുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വെച്ചുകൊണ്ടാണ് അവർ ചൂഷണം ചെയ്യുന്നത്. നമുക്ക് ദീനുമായിട്ട് ബന്ധമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കള്ളു കുടിക്കുന്നവരാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ സിന ചെയ്യുന്നവരാണ്, നമ്മൾ ചൂത് കളിക്കുന്നവരാണ്, ലോട്ടറി കളിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമല്ല, അള്ളാഹുമായിട്ട് അടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരൂല, നമുക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് യോഗ്യതയുള്ളവരെ നാം ഒന്നിക്കൽ തവസ്സുലാക്കുക, ഇടയാളാക്കുക, അല്ലെങ്കിൽ യോഗ്യതയുള്ളവരോട് നാം ഇസ്തിഗാസ ചെയ്യുക, അല്ലെങ്കിൽ യോഗ്യതയുള്ളവരോട് ഞാൻ ഇസ്തിശ്ഫാ ചെയ്യുക, ശുപാർശ പറയാൻ, അള്ളാഹിനോട് ശുപാർശ പറയാൻ വേണ്ടി അവരോട് പറയുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നേർക്ക് നേരെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് ഇസ്തിഗാസ ചെയ്യുക, നേർക്ക് നേരെ ചോദിക്കുക. അപ്പോൾ ആ ഒരു ആത്മീയ ബന്ധം ഈ മരിച്ചുപോയ മഹാന്മാരുമായിട്ട് നമുക്കുണ്ടാകും. ആ കെയർ ഓഫിൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരും. ഇത് കുഫ്റാണ്. കാരണം അത് റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കല. അങ്ങനൊരു വ്യവസ്ഥ അള്ളാഹു തആല വെച്ചിട്ടില്ല. ഭൂമിയിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അങ്ങനെ ഒരു ഷർത്ത് അള്ളാഹു തആല ലോകത്ത് വെച്ചിട്ടില്ല ഒരു കാലത്തും. അതായത് നിങ്ങൾ എന്തെങ്കിലും മോശക്കാരാണ് എങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നോട് ചോദിക്കരുത്, നിങ്ങൾ ഏതെങ്കിലും കെയർ ഓഫിൽ മാത്രമേ എന്നോട് ചോദിക്കാവൂ. അങ്ങനൊരു വ്യവസ്ഥ ദീനുൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ്. കാരണം 313 മുർസലീങ്ങൾ വന്നത് അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായി? ഈ വിഷയത്തിലൂടെ റസൂലുകളെ മുഴുവനും നിഷേധിക്കലായി. കാരണം റസൂലുകൾ വന്നത് മുഴുവനും ഈ ദീനുൽ ഇസ്ലാമിനെ അൽഫ് മുതൽ അങ്ങോട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. റസൂലുകൾ വന്നത് മുഴുവനും നിലവിലുള്ള സംവിധാനത്തെ മാറ്റാനാണ്. നിലവിലുള്ള സംവിധാനം എന്താണ്? ആവശ്യ പൂർത്തീകരണത്തിന് മഹാന്മാരെ സമീപിക്കുകയും അവരിലൂടെ അള്ളാഹു കാര്യങ്ങൾ നടത്തിത്തരികയും ചെയ്യുന്നു എന്ന വിശ്വാസത്തെ മാറ്റാനാണ് റസൂലുകൾ വന്നത്. അല്ലാതെ വന്നത് നബിമാരാണ്. നബിമാരെയും റസൂലുകളെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. നബിമാർ ആ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാനുള്ള ഉസ്താദുമാരാണ് നബിമാർ. അതാത് കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാനുള്ളവരാണ് നബിമാർ. കാരണം ഓരോ കാലഘട്ടത്തിൽ നബിമാർ വന്നത് തൊട്ട് മുമ്പുള്ള റസൂലിൻ്റെ ആൾക്കാരുണ്ടാവും, മുസ്ലിമീങ്ങളായ ആൾക്കാർ. അവർ ഇസ്ലാമിൽ തെറ്റിപ്പോകാതെ അവരെ നിലനിൽ നിർത്തിക്കൊണ്ടുപോകാൻ, നിസ്കാരം പരിശീലിപ്പിക്കാൻ. പലർക്കും ഇപ്പോഴും സംശയം നിസ്കാരം മുഹമ്മദ് നബി മുതൽ തുടങ്ങിയ ഏർപ്പാടാണ് എന്നാണ്.
എന്നോട് പല മുജാഹിദും ചെറുപ്പക്കാർ ചിലർ ചോദിച്ചിട്ടുണ്ട്, അത് നിസ്കാരം പിന്നെ തുടങ്ങിയതല്ലേ? അല്ല കൂട്ടരെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈമാനോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഒരു അമലാണ് നിസ്കാരം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയോടൊപ്പം നിസ്കരിച്ച ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പരിശുദ്ധ ഖുർആനിൽ. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് എന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, ഇബ്രാഹിം നബിന്റെ ദുആ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിട്ട് അല്ലാഹു തആല പറഞ്ഞ എന്താ? കാന യൗമുറു അഹ്ലുഹു ബിസ്സലാ, കുടുംബക്കാരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആളായിരുന്നു ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈ വിവരക്കേട് നമുക്ക് എഴുതി കിട്ടി? നമ്മൾ ഇസ്ലാമിനെ പഠിക്കൂല, നമ്മൾ ദീനുൽ ഇസ്ലാമിനെ പഠിക്കൂല. ഇന്ന് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ജോലികളൊക്കെ പണ്ടുള്ളതല്ലേ? ഇബ്രാഹിം നബിക്ക് ശേഷം മാത്രമല്ലേ ഹജ്ജ് വന്നത്? അതേ അവസരത്തിൽ സക്കാത്തായാലും നിസ്കാരമായാലും നോമ്പായാലും എന്താണ് അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്താ? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്നല്ലേ ഖുർആനിലുള്ളത്? അപ്പം നോമ്പ് മുഹമ്മദ് നബിന്റെ സ്പെഷ്യലാണോ? നിസ്കാരം മുഹമ്മദ് നബിന്റെ സ്പെഷ്യലാണോ? സക്കാത്ത് മുഹമ്മദ് നബിന്റെ സ്പെഷ്യലാണോ? ഹജ്ജ് മുഹമ്മദ് നബിന്റെ സ്പെഷ്യലാണോ? ഇതൊക്കെ പൂർവികന്മാരായ നബിമാരും റസൂലുകളും കാണിച്ചു തന്ന വഴികളല്ലേ? നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അങ്ങനെ 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 പറയാം, അങ്ങനെ ഉണ്ടോ ഇങ്ങനെയുണ്ടോ? ഈ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ചോദിക്കുന്നവരാ അലിഫും ബാവും തിരിയാത്തവനായി ചോദിക്കുന്നത് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ. വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ ജീവിച്ചു ആ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുന്നത് നിസ്കാരം നിർത്തിക്കുന്നതല്ല, നോമ്പ് നിർത്തിയിട്ടല്ല. ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുന്നത് ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ മരിച്ചുപോയ മഹാന്മാരെ സമീപിക്കാൻ തുടങ്ങും. അപ്പോഴാണ് റസൂൽ ആവശ്യമായി വരുന്നത്. അതുവരെ നബിയായിരിക്കും ഉണ്ടാകുക. നിങ്ങളെന്താ ഈ ചിന്തിക്കാത്തത്? 1,24,000 നബിമാര്, അവരെ കൂട്ടത്തിൽ നിന്ന് മുർസലിങ്ങൾ എത്രയാ? ഒന്ന് പറഞ്ഞോളി. മിണ്ടുന്ന സാധനം പുരക്കുന്ന കൊണ്ടുവന്നിട്ട് വരുമ്പോ 313. 1,24,000 നബിമാരെ കൂട്ടത്തിലാണ് 313 മുർസലിങ്ങൾ. അതെന്തിനാ വേറെ വേറെ? ഈ 1,24,000 നബിമാര് ഒരു കുടുംബത്തിൽ തന്നെ 10-100 നബിമാരുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ 10-100 ആലിമികൾ ഉണ്ടാകുന്നത് പോലെ ഒരാൾ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആലിമികൾ ഉണ്ടായിക്കൊണ്ട് ഉപ്പാക്ക് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളെ ആലിമികളാക്കാലോ. ആ സ്ഥാനത്താണ് നബിമാര്. ഈ ഉമ്മത്തിലെ ഉലമാക്കളുടെ സ്ഥാനത്താണ് പഴയ കാലത്തെ നബിമാര്. അപ്പം നബി ഉസ്താദ്മാരുടെ ജോലി എന്താണ്? റിസാലത്തിന്റെ ജോലിയാണോ? അല്ല, ഉസ്താദുമാരുടെ ജോലി നുബുവത്തിന്റെ ജോലിയാണ്. അതിൽ ദായികളുടെ ജോലി നിസാരത്തിന്റെ ജോലിയാണ്. കാരണം മുഹമ്മദ് നബിക്ക് ശേഷം റസൂല് വരാൻ പറ്റൂല, ഒരു നബിയും വരാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഉലമാക്കളിൽ വൽതക്കും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ, ദഅവത്ത് ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായിരിക്കണം. എല്ലാവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം പൂർവിക കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാം നിലനിന്നിരുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഇസ്ലാം ലോകത്ത് നിലനിന്നിരുന്നു. പിന്നെന്തിനാണ് അല്ലാഹു തആല കിതാബ് ഇറക്കിയതും അതേപോലെ തന്നെ റസൂലുകളെ നിയോഗിച്ചതും? അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി മരിച്ചുപോയ മഹാന്മാരെയോ ജീവിച്ചിരിക്കുന്ന ജിന്നുകളെയോ സമീപിക്കുന്നവരായി, അല്ലെങ്കിൽ മലക്കുകളെ സമീപിക്കുന്നവരായി, ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി അങ്ങനെ ഒരു ആത്മീയ ബന്ധം ഉണ്ടാക്കുന്നവരായി. അത് പറ്റൂല. അല്ലാഹു റഹ്മാനാണ്. അള്ളാഹിനെ റഹ്മാനായിട്ട് നിങ്ങൾ കാണണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പകരം വേറൊരു ഇലാഹ് ഉണ്ടാകാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നത്. ഇനി വേറൊന്നും കൂടി ചിന്തിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുണ്ടോ? ഇദ്രീസ് നബിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുണ്ടോ? ശീസ് നബിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുണ്ടോ? എന്താ മനസ്സിലാക്കാത്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ ആദ്യമായിട്ട് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. എന്താ കാര്യം? അതിന്റെ അർത്ഥം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. ലാ ഇലാഹ, ഈ നെഗേഷൻ കൊണ്ട് തുടങ്ങുന്നത് തൗഹീദിന്റെ വിപ്ലവ സ്വരമാണ്. ലാ, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പരിപാടി ഒരു കാരണത്താലും പറ്റുകയില്ല. എന്താണ് ആ പരിപാടി? ആവശ്യപൂർത്തീകരണത്തിന് മഹാന്മാരുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഈ പരിപാടി ശരിയാകുകയില്ല. അതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നത്. വളരെ കൃത്യമല്ലേ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ലാന്റെ നഫി, ആ നിഷേധം അത് 5 ജാറങ്ങളെ വെച്ചുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? അവരെല്ലാം നിസ്കരിക്കുന്നവരാണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം?
അവർ കാഫിരിങ്ങൾ, അവർ മുശ്രിക്കീങ്ങൾ. കേട്ടപ്പം വിചാരിച്ച ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയുള്ള ആൾക്കാരാണ്. എന്നിട്ട് ഇവിടുത്തെ ഷിയാക്കൾ ഒരു ഉളുപ്പും ഇല്ലാതെ ആ കാലഘട്ടത്തിൽ ജീവിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയുള്ളവരാണ്. അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇനി തങ്ങളെ വിളിക്കുന്നതിന് കുഴപ്പമില്ലെന്നാക്കി തീർക്കുകയല്ലേ ചെയ്തത് ഇവിടുത്തെ ഷീഈ പണ്ഡിതന്മാർ. അതാണോ യാഥാർത്ഥ്യം? പച്ചക്കള്ളമല്ലേ അത്? ചരിത്ര നിഷേധമല്ലേ അത്? അതുകൊണ്ടാണ് ഇവർ ചരിത്രം പറയാത്തത്. ഇവരെപ്പോഴും ഒരു 10 നൂറ്റാണ്ടിന് ഇപ്പുറത്തുള്ള ആൾക്കാരെ മാത്രമേ ഇവർ ചർച്ചയിൽ കൊണ്ടുവരുള്ളൂ. എപ്പോഴും ഇവർ ഇമാമിങ്ങൾക്ക് ശേഷമുള്ള ഇമാമിങ്ങളെയും പണ്ഡിതന്മാരെയും മാത്രമേ ചർച്ചയിൽ കൊണ്ടുവരുള്ളൂ. ചരിത്രത്തിൽ കൊണ്ടുവരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ റഹ്മാൻ എന്ന ഇസ്മിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഖുറൈശികൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ ഉദൈബിയ സന്ധിയെ ബയ്യത്തുൽ അഖബ ഉദൈബിയ സന്ധിയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബയ്യത്തുൽ റിദ്വാനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. കരാർ എഴുതി റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും ഉംറയ്ക്ക് വേണ്ടി വന്നതായിരുന്നു. പറ്റൂല എന്ന് പറഞ്ഞു ഖുറൈശികൾ. സുഹൈൽ ഇബ്നു അംറിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ഉണ്ടായി. ആ മധ്യസ്ഥത്തിൽ ചില വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി, വളരെ ഗൗരവമേറിയ വ്യവസ്ഥകൾ. ആ വ്യവസ്ഥകൾ എഴുതാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് റസൂലുള്ളാഹി തങ്ങളെ ഏൽപ്പിക്കുന്നത്. അപ്പുറത്ത് വന്നിരിക്കുന്നത് സുഹൈൽ ഇബ്നു അംറാണ്. ഈ വ്യവസ്ഥകൾ എഴുതുന്നതിൽ ആദ്യമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതി. അപ്പം സുഹൈൽ പറഞ്ഞു അത് പറ്റൂല, നമുക്കങ്ങനെ ഒരു റഹ്മാനെ പരിചയമില്ല, നമുക്കങ്ങനെ ഒരു റഹീമിനെ പരിചയമില്ല, നമുക്ക് അല്ലാഹനെ മാത്രമേ അറിയുള്ളൂ. അവിടെ പിന്നെ എന്താ ഇതുണ്ട് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ. അപ്പോൾ സുഹൈൽ പറഞ്ഞു ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയാൽ മതിയെന്ന്. അവരല്ലാഹുവിൽ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം? അവരല്ലാഹുവിനെ തള്ളിയിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ഇവിടുത്തെ ഷീഈ മൊല്ലമാർ പറയുന്നത് അവർക്ക് അള്ളാഹിനെ അറിയില്ല. അവർ പറയുന്ന അള്ളാഹ് വേറെ ഏതോ അള്ളയാണ്. കള്ളമല്ലേ അത്? ഖുർആന്റെ നിഷേധമല്ലേ അത്? പരിശുദ്ധ ഖുർആനിൽ അങ്ങോളം ഇങ്ങോളം ഖുറൈശികളോട് ആരാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശത്തെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് അള്ളാഹു ആണെന്ന് അവർ മറുപടി പറയുമെന്ന് അള്ളാഹുവല്ലേ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഖുറൈശികള് അവര് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കോൾ വന്നാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അള്ളാഹിനോടാണ് ദുആ ചെയ്യാന്ന് അള്ളാഹല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവര് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഫൈദാഹും മുശ്രിക്കൂൻ, അവര് പിന്നെ ഔലിയാക്കന്മാരെ വിളിക്കാൻ തുടങ്ങും. നന്ദി പറയില്ല ഔലിയാക്കന്മാരോടും ദ്വാരക്കൽ അള്ളാഹിനോടും. അങ്ങനെയല്ലേ ഖുറൈശികളെ രീതി? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ദുആ ചെയ്യൽ അള്ളാഹിനോട്, പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ അതിന് നന്ദി പറയൽ ഔലിയാക്കളോടും ജാറത്തിൽ പോയിട്ട്. അതന്നല്ലേ ഇന്നത്തെ ഷിയാക്കളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനെ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിച്ചുകൊണ്ട അള്ളാഹിനെ ചർച്ച ചെയ്യാത്തൊരു ലോകം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഷിയാക്കള് ഷീഈ മൊല്ലമാര് അള്ളാഹിനെ ചർച്ച ചെയ്യുന്നത് കേട്ടിട്ട് അവര് അള്ളാഹിനെ തന്നെയല്ലേ പറയുന്നത്. എത്രയോ പിന്നെ നമ്മളെ വഹീദുകൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അവർ അള്ളാഹിനല്ലേ പറയുന്നത്. അവരും അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നില്ലേ, നോമ്പ് നോക്കുന്നില്ലേ, അവർ സക്കാത്ത് കൊടുക്കുന്നില്ലേ, ദിക്ർ ചെല്ലുന്നില്ലേ, അവരെങ്ങനെ നമ്മൾ അങ്ങനെ തള്ളുക? ഇതിനേക്കാൾ നന്നായിട്ട് നിസ്കരിക്കുകയും നോമ്പുവെക്കുകയും ചെയ്തവരായിരുന്നില്ലേ ഖുറൈശികൾ പണ്ട്? അവരെ അല്ലാഹു തആല മുശ്രിക് എന്ന് വിളിച്ചത്, അവരല്ലേ അല്ലാഹു തആല കാഫിർ എന്ന് വിളിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ പ്രവാചകരെ പറയൂ, യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിരിങ്ങളെ. ആരെയാണ് അല്ലാഹു തആല കാഫിർ എന്ന് വിളിച്ചത്? അവിടെ ആരെയാണ് കാഫിർ എന്ന് വിളിച്ചത്? നിസ്കരിക്കുന്നവര്, കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവർ, കൃത്യമായി ഉംറ ചെയ്യുന്നവർ, എന്താവശ്യമുണ്ടെങ്കിലും കഅബൻ തവാഫ് ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നവരായിരുന്നില്ലേ ഖുറൈശികൾ? അബൂജഹലടക്കം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നില്ലേ? ഉംറ ചെയ്തിട്ട് തവാഫ് ചെയ്തിട്ട് അവർ മസ്ജിദുൽ ഹറാമിന്റെ പരിപാലകന്മാരല്ലേ? അള്ളാഹ് ചോദിച്ചില്ല അവരോട് അജഅൽതും സിഖായത്തൽ ഹജ്ജ് വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ? അജഅൽതും, നിങ്ങൾ ആക്കിക്കളഞ്ഞോ? ആരോടെ? ഖുറൈശികളോടല്ലേ അള്ളാഹ് ചോദിക്കുന്നത്. അജഅൽതും, നിങ്ങൾ ആക്കിക്കളഞ്ഞോ? സിഖായത്തൽ ഹജ്ജ്, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നവർ, ഹാജിമാർക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കുന്നവർ, വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം, മസ്ജിദ് ഹറാമിനെ പരിപാലിക്കുകയും ചെയ്യുന്നവർ. അവരെ പറ്റിയാണ് പറഞ്ഞത്, ഖുറൈശികളെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. അജഅൽതും സിഖായത്തൽ ഹജ്ജ് വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം, നിങ്ങൾ പള്ളി പരിപാലിക്കുന്നു, നിങ്ങൾ ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നു, നിങ്ങൾ ഉംറ ചെയ്യുന്നു, മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നു, മസ്ജിദുൽ ഹറാമിൽ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അതിനെ നിങ്ങൾ ആക്കിക്കളഞ്ഞോ? കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
അള്ളാഹുവിനെയും ആഖിറത്തിനെയും അജയ്യമായി അംഗീകരിച്ച് വജാഹദ ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ പാടുപെട്ട് പരിശ്രമിക്കുന്നവരെ നിങ്ങൾ ഈ പള്ളി പരിപാലിക്കുന്നവരെ പോലെ ആക്കി കളഞ്ഞോ? ആധുനികന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങളെ നിങ്ങൾ ഇവിടുത്തെ സലഫികളെ പോലെ ആക്കി കളഞ്ഞോ എന്ന് ചോദിക്കുന്നത് തുല്യമാണത്. നിങ്ങൾ അങ്ങനെ താരതമ്യം നടത്തി. പലപ്പോഴും ഇവർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ദാറുൽ അർക്കം, ദാറുൽ നദ്വ. ദാറുൽ നദ്വ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ സുന്നി സെന്റർ. ആ സുന്നി സെന്ററിൽ വെച്ച് ഔലിയാക്കളെ മദ്ഹുകൾ, ഔലിയാക്കളെ പോലീസുകളാണ് അന്ന് ദാറുൽ അർക്കമിൽ വെച്ച് അബൂ താലിബ് അടക്കമുള്ള മൗലാനമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ദാറുൽ അർക്കം, അത് നമുക്ക് ആധുനികന്റെ ഭാഷയിൽ പറഞ്ഞ സലഫി സെന്റർ. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ നേതൃത്വം, അപ്പുറത്ത് അബൂ താലിബിന്റെ നേതൃത്വം, നേരത്തെ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വം, അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോൾ അബൂ താലിബിന്റെ നേതൃത്വം. അതാണ് സുന്നി സെന്റർ. അവിടെ വെച്ചാണ് പാരമ്പര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ലാത്തയെ പറ്റി, ഉസ്സയെ പറ്റി, മനാത്തയെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഇവിടെ ദാറുൽ അർക്കം, അവിടെ വെച്ച് അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹുവിനെ പറ്റി ചർച്ച, അള്ളാഹിന്റെ റസൂലിനെ പറ്റി ചർച്ച, ആഖിറത്തിനെ പറ്റിയുള്ള ചർച്ച. തത്തുല്യമായ കാലഘട്ടമല്ലേ കൂട്ടരെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു തആല ചരിത്രം മാറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും കാലഘട്ടത്തിൽ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമുഖീകരിക്കേണ്ടി വന്നത് വദ്, സുവാഅ്, യഊഖ്, യഊസ്, നസ്ർ മുതലായ ഔലിയാക്കന്മാരുടെ ആൾക്കാരെ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് വദ്, സുവാഅ്, യഊഖ്, യഊസ്, നസ്ർ, ലാത്ത, ഉസ്സ മുതലായ മഹാന്മാരുടെ ആൾക്കാരെ. ആധുനിക കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത് മൊയ്‌ദി ശേഖ് തങ്ങൾ, റിഫായ് ശേഖ് തങ്ങൾ, ചാതുരി ശേഖ് തങ്ങൾ, മമ്രത്ത തങ്ങൾ, ഉള്ളാള തങ്ങൾ. എന്താ കാലഘട്ടത്തിന് ചരിത്രത്തിന് വ്യത്യാസം? നിങ്ങൾ ചരിത്രം താരതമ്യം തന്നെ പഠിക്കും. ഈ പറയുന്നവർ മാത്രം മുസ്ലിമും ലാത്തയും മുസയും കാഫറും എന്ന് പറയാൻ പറ്റുമോ? ലാത്തനെ പറ്റി എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിരിക്കുന്നത്? അദ്ദേഹം സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഹാജിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം ഹുനഫാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം എന്താണെന്ന് അറിയുകയും അതനുസരിച്ച് ജീവിച്ച് മരിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി തായിഫിൽ ഒരു ജാറം പണിതു. ആ ജാറമല്ലേ പിന്നീട് പ്രശസ്തമായ ലാത്തന്റെ ജാറമായി മാറിയത്. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ വദ്ദിനെ പറ്റി എന്താ പറയുക? നമ്മള് മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലേ അവരെ പരിചയപ്പെടുത്താതിരിക്കുന്നത്? ഹൗലായി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. ആ വദ്ദിനും ആ സുവാഇനിയുമായി യഊഖും യഊസും ഇവിടുത്തെ രാമന്റെ ബിംബത്തെയും കൃഷ്ണന്റെ ബിംബത്തെയും പോലെ ആക്കി അവതരിപ്പിച്ചത് ഇവിടുത്തെ ചതിയന്മാരും വഞ്ചകന്മാരുമായ ശീഈ മൊല്ലമാരല്ലേ? ഇവിടുത്തെ മൊയ്‌ദി ശേഖങ്ങളെപ്പോലെയും ചാതുരി ശേഖ് തങ്ങളെപ്പോലെയും ബദരീങ്ങളെപ്പോലെയും അല്ലേ ലാത്തയും ഉസ്സയും മനാത്തിയും? അതേപോലെ തന്നെ അന്നത്തെ വദ്ദും സുവാവും ഒക്കെ അതൊക്കെ ചരിത്ര രേഖകളല്ലേ? മഹാന്മാരാണെന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ അന്ന ആൾക്കാരല്ലേ? ഖുർആൻ പറഞ്ഞ അന്ന ആൾക്കാരല്ലേ? ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊഖ വയഗൂസ വനസ്റ. അതും അല്ലാഹു തആല പറഞ്ഞു. ഇപ്പുറത്തെ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ, സൂറത്തുൻ നജ്മ്. ലാത്തയെ അല്ലാഹു തആല വെറും ഈ മരത്തോണ്ട് ഉണ്ടാക്കിയ കളിപ്പാവയെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞതെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏതോ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പാവയെ പറ്റി അള്ളാഹ് പരിചയപ്പെടുത്തുന്നതാണോ വിശ്വസിക്കേണ്ടത്? അല്ല, കാര്യമായിട്ട് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ, ആ ലാത്തയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉസ്സയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതേപോലെ തന്നെ മനാത്തയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നെ സ്റ്റേഷനറി കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിയ ആ പാവയെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും നമ്മളോട്. എന്തിനാ അള്ളാഹുവിനെ ഇത്ര നിസ്സാരനാക്കുന്ന ഈ ശാക്കള്? ആ ചരിത്രത്തിൽ ഇങ്ങോട്ട് പോവാ. നമ്മൾ ബിംബത്തിന്റെ പേരും പറഞ്ഞിട്ട് അവിടുത്തെ മറ്റ് മതക്കാർ ഉപയോഗിക്കുന്ന ബിംബങ്ങളെ പേര് മാത്രം പറഞ്ഞിട്ട് മതങ്ങൾ വെക്കുകയും അതേ അവസരത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന മൊയ്‌ദി ശേഖ് തങ്ങൾ, അതേപോലെ തന്നെ ബദവി തങ്ങൾ, അതേപോലെ തന്നെ ചാതുരി ശേഖ് തങ്ങൾ, അതേപോലെ തന്നെ റിഫായ് ശേഖ് തങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ഹസൻ, അങ്ങനെ 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 ഒരുപാട് ആൾക്കാർ, അവരൊക്കെ ഇസ്ലാമിൽ ജീവിച്ച് ഇസ്ലാമിൽ മരിച്ചുപോയ മഹാന്മാർ. ആ മഹാന്മാരെ വെച്ച് മതങ്ങൾ ഉണ്ടാക്കിയ ഷിയാക്കൾ, ആ മഹാന്മാരെ വെച്ച് മതമുണ്ടാക്കിയ ആര്? ഖുറൈശികൾ. ആ മഹാന്മാരെ വെച്ചിട്ട് മതമുണ്ടാക്കിയ ആര്? നൂഹ് നബിന്റെ ഖൗമ്. ചരിത്രം വളരെ കൃത്യവും വ്യക്തവുമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ തലങ്ങളിലാണ്. മതങ്ങളുമായിട്ടൊരു ബന്ധവും ഇസ്ലാമിനില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മതങ്ങളുമായിട്ടൊരു ബന്ധവും ഇസ്ലാമിനില്ല. മതങ്ങൾ വേറെ, ഇസ്ലാം വേറെ. മതം എന്നത് പറഞ്ഞാൽ അതിന് ആകാശവുമായിട്ട് യാതൊരു ബന്ധവും മതങ്ങൾക്കില്ല. അതാത് കാലഘട്ടത്തിലെ പുരോഹിതന്മാർ, അതായത് മുസ്ലിമായി ജീവിച്ച പുരോഹിതന്മാർ, അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മരിച്ചുപോയ മഹാന്മാരുമായിട്ടുള്ള ബന്ധം
ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാക്കിയ വ്യവസ്ഥിതിയാണ് മതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് മതമാണെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം മതമാകുക? അതാണ് മതമെങ്കിൽ പിന്നെ ഇസ്ലാം എന്താണ് മതമാകുക? എങ്ങനെയാണ് മതമാകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അങ്ങനെ വർത്തമാന കാലഘട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് വിശദീകരണം ചെയ്തു കൊടുക്കാൻ. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഈ ഷിയാക്കൾ ആവശ്യ പൂർത്തീകരണത്തിന് ഔലിയാക്കളെ സമീപിക്കുന്നവരാണ്. എന്നാൽ മറ്റുള്ള മതക്കാരുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുന്നത് എന്തിനെ അപ്പൊ എല്ലാ മതത്തെയും എല്ലാ ദൈവത്തെയും അള്ളാഹ് അംഗീകരിച്ചെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മുസ്ലിമീങ്ങൾക്ക് പിന്നെ കച്ചവടത്തിൽ ലാഭം കിട്ടണമെങ്കിൽ, കല്യാണം നടക്കണമെങ്കിൽ നാഗൂറേക്ക്, പിന്നെ കച്ചവടം തുടങ്ങി കിട്ടണമെങ്കിൽ അജ്മീറിലേക്ക്, വീടിൻ്റെ പണി പൂർത്തിയാക്കണമെങ്കിൽ ഏർവാടിയിലേക്ക്, കച്ചവടത്തിൽ ലാഭം കിട്ടണമെങ്കിൽ ഉള്ളാളം ദർഗയിലേക്ക്. ഇത് മുസ്ലിമീങ്ങൾ. അപ്പം ഇത് ഞങ്ങൾ അള്ളാഹ് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ആഴ്ച എങ്ങാനും നമ്മുടെ മഞ്ഞനാടി നസീഹത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പുരോഹിതന്മാർ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ അള്ളാഹ് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന്. ഇത് അള്ളാഹ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം, മുസ്ലിങ്ങളുടെ കാര്യം മാത്രമാണോ അള്ളാഹു നോക്കുന്നത്? ഇവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യം അള്ളാഹു തആല നോക്കണ്ടേ? അള്ളാഹു തആല ഹിന്ദുക്കൾക്ക് വേണ്ടി എവിടെ പോകാനാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്? ഹിന്ദുക്കളുടെ കാര്യം നടത്തുന്ന അള്ളാഹു ഇനിയിപ്പോൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ സംശയം. ഹിന്ദുക്കളുടെ കാര്യം നടത്തുന്ന നമുക്ക് ആരാന്ന് അറിയില്ല, നമ്മളെ കാര്യം നടത്തുന്ന അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ അന്നേരം കാഫറായില്ലേ? അന്ന് നമ്മുടെ അയൽവക്കത്തിലും ഞാൻ ഇപ്പോൾ ഒരാൾ ചോദിക്കും നമ്മളോട്, എടാ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അള്ളാഹു ആണ് നടത്തി തരുന്നത്. നിന്റെ അയൽവക്കത്തോട് ജോർജ് ഉണ്ടല്ലോ ഒരു ക്രിസ്ത്യാനി, അവൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? അത് എനിക്കറിയില്ല. അവരൊരു കുഞ്ഞിരാമൻ ഉണ്ടല്ലോ, അവൻ്റെ കാര്യം അതും എനിക്കറിയില്ല എന്നാണ് ഒരു മുസ്ലിമിൻ്റെ മറുപടി എങ്കിൽ ഫഖദ് കഫർ. ആ സമയത്ത് അവൻ കാഫറായില്ലേ? ഇസ്ലാം എന്ന് പുറത്തു പോയില്ലേ? കാലാകാലം നരകത്തിലേക്ക് പോയില്ലേ? കാരണം ആ നാരായണന്റെ കാര്യവും ജോർജിന്റെ കാര്യവും എൻ്റെ കാര്യം എല്ലാം നടത്തുന്ന അള്ളാഹുവാണെന്ന് അംഗീകരിച്ചാലല്ലേ മുസ്ലിം ആവുള്ളൂ. അങ്ങനെ ഒരു ധാരണയുണ്ട്. എൻ്റെ കാര്യം നടത്തുന്ന അള്ളാഹെന്ന് അംഗീകരിച്ചാൽ പോരാ, എല്ലാവരുടെ കാര്യം നടത്തുന്ന അള്ളാഹുവാണെന്ന് അംഗീകരിച്ചാലേ ഈമാനാവുള്ളൂ. അതാണ് ഷഹാദ. ഖാലിഖുൽ ജമീൽ മഖ്ലൂഖാത്ത്, സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചത് എൻ്റെ അള്ളാഹുവാണ്. വറാസിഖുൽ ജമീൽ മർസൂഖാത്ത്, അന്നം തിന്നുന്ന സകല ജീവികൾക്കും അന്നം കൊടുക്കുന്ന എൻ്റെ അള്ളാഹുവാണ്. ഇത് അംഗീകരിച്ചെങ്കിലേ നമ്മുടെ ഈമാൻ സഹിയാവുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാവുന്നല്ല, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അഭയം തേടാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അവരവിടെയാണ് അഭയം തേടുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഈ ചതിയന്മാർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഹിന്ദുക്കളെ നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? അള്ളാഹിന്റെ സൃഷ്ടിയല്ലേ ഹിന്ദുക്കൾ. ആ ഹിന്ദുക്കൾക്ക് അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങോട്ട് പോകാനാണ് അള്ളാഹു തആല ഏർപ്പാടാക്കിയിരിക്കുന്നത്? അവരെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ചിലർ ഗുരുവായൂരേക്ക് പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുരുവായൂരിനെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹിന്റെ കൽപ്പനയാണ് അവരോട് ഗുരുവായൂരേക്ക് പോകാൻ. എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ബർക്കത്ത് കൊണ്ട്. ഇതാണ് ഹിന്ദുക്കൾക്ക് ആവശ്യം പൂർത്തിയാക്കാൻ അള്ളാഹ് സ്വീകരിക്കുന്ന രീതി. ചില ആൾക്കാർ ശബരിമലയിലേക്ക് പോകുന്നു, അതാണ് അവർക്ക് അള്ളാഹ് സ്വീകരിച്ച രീതി എന്ന് പറയാൻ ഈ പുരോഹിതന്മാർ തയ്യാറുണ്ടോ? കാരണം പറ. ഇവിടുത്തെ മതങ്ങളെ മാറ്റി നിർത്തിയിട്ട് വെറും ഈ അനുയായികളെ മാത്രം ചൂഷണം ചെയ്ത് ജീവിച്ച് പണമുണ്ടാക്കുന്ന ഈ വർഗം അപകടപ്പെട്ടവരാണ്, ശപിക്കപ്പെട്ടവരാണ്. അവർ വിശുദ്ധത്ത് പറയണം. വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഹിന്ദുക്കളെ കാര്യങ്ങൾ നടക്കണം, ക്രിസ്ത്യാനികളുടെ കാര്യം നടക്കണം, നിരീശ്വരവാദികളുടെ കാര്യങ്ങൾ നടക്കണം, ജൂതന്മാരുടെ കാര്യങ്ങൾ നടക്കണം, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാവണം. അവ പിന്നെ ജൂതന്മാർ അല്ലാഹു തആല പറഞ്ഞു, കാലത്തിൽ യഹൂദ് ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് ജൂതന്മാർ പറഞ്ഞു. അതുകൊണ്ടാണ് ജൂതന്മാരെ കാര്യം ഞാൻ നടത്തുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. നിങ്ങൾക്ക് അംഗീകരിച്ചു തരാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? വക്കാലത്തിൽ മസീഹു മറിയമിന്റെ മകൻ മസീഹ് അള്ളാന്റെ മോനാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. അപ്പൊ അള്ളാന്റെ മോനായിട്ട് മസീഹ് ഈസാനെ അംഗീകരിച്ചതുകൊണ്ടാണ് ഞാൻ അവരെ കാര്യം നടത്തുന്നതെന്ന് അല്ലാഹു തആല പറഞ്ഞു. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് അതിന് തുല്യ? അതേപോലെ തന്നെ മൊയ്തീശേഖങ്ങളും റിഫായിശേഖങ്ങളും ഈസാ നബിനേക്കാൾ വലുതാണോ മൊയ്തീശേഖങ്ങളും റിഫായിശേഖും? അതേപോലെ തന്നെ ഉസൈർ അല്ലാഹു തആലയേക്കാൾ വലുതാണോ മൊയ്തീശേഖും റിഫായിശേഖും? ലാത്തിനേക്കാൾ ഉസിനേക്കാൾ വലുതാണോ മൊയ്തീശേഖും റിഫായിശേഖും? ഇവരൊക്കെ നേരത്തെ നല്ല പ്യൂർ ദീനായിട്ട് ജീവിച്ച ഹുനഫാക്കളെപ്പെട്ടതല്ലേ? റസൂൽ നബിയായിട്ട് റസൂൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹുനഫാക്കൾ ഉണ്ടായിരുന്നു മക്കയിൽ എന്നത് യാഥാർത്ഥ്യമല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്ന കാര്യമല്ലേ? അഷ്റഫുൽ ഖൽഖ് ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരായ എത്രയോ മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ?
അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ്. മുഹമ്മദ് നബിക്ക് ശേഷമാണ്, മുഹമ്മദ് നബിയോട് കൂടിയാണ് ഇസ്ലാം. അതിന് മുമ്പുള്ള എല്ലാം കാഫിരിങ്ങളാണെന്നാണ് നമ്മൾ വെക്കേണ്ടത്. അതുകൊണ്ട് വളരെ ഗഹനമായിട്ട് നാം ഈ വിഷയം പഠിക്കണം. എന്നിട്ട് നമ്മുടെ ഈമാൻ നമ്മൾ സഹിയാക്കണം. മഹാഭൂരിപക്ഷത്തിൻ്റെ ഈമാൻ സഹിയാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. അത് അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുമില്ല നമ്മളോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? വമാ അലൈനാ ഇല്ലാ ബലാഗുൽ മുബീൻ. ഈ കാര്യം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്തം മാത്രമാണ്. പക്ഷെ നബിമാർ വളരെ കർശനമായിട്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളണം. മുഹമ്മദ് നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ദാ നിങ്ങളെ ഈമാൻ നിങ്ങൾ ശരിയായിക്കോളല്ലേ. ഇൻ അശ്റക്ത ലയഹ്ബതൻ അമലു. ഓ മുഹമ്മദ് നബി, നിങ്ങളെങ്ങാനും ശിർക്കിലെത്തിയാൽ നിങ്ങളെ മുഴുവൻ അമലുകളും പൊളിച്ചു കളയും, നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരും. ആരോടാ പറയുന്നത്? ലൈൻ അശ്റക്ത, നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾക്കും നിങ്ങളെ പൂർവികന്മാർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെങ്ങാനും ശിർക്കിൽ അകപ്പെടാൻ ഇടവന്നാൽ അപ്പം എന്താ കാര്യം? സാധാരണക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, സ്വന്തം ജീവിതം പ്യൂർ തൗഹീദിലാക്കി തീർക്കുക. എല്ലാ നബിമാരെയും കാര്യം എടുക്കും. എല്ലാ നബിമാരോടും അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. നബിമാരെയാണ് അല്ലാഹു തആല ടാർഗറ്റ് ചെയ്യുന്നത്, മുർസലീങ്ങളെ. ഇവിടുത്തെ പുരോഹിതന്മാര് സാധാരണക്കാരനെ ടാർഗറ്റ് ചെയ്യുന്നു. പുരോഹിതന്മാർ അത് അള്ളാഹിൻ്റെ സ്വന്തം ആൾക്കാർ, അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല. പുരോഹിതന്മാർ ഈ പുരോഹിതന്മാർ പറയും പോലെ സാധാരണക്കാരൻ കേട്ട് ജീവിച്ചോളണം. ഇല്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി തൊട്ട് ഇങ്ങോട്ടുള്ള മുർസലീങ്ങളോടൊക്കെ പറഞ്ഞത് എന്താ? നിങ്ങൾ ഞാൻ ഏൽപ്പിച്ച കാര്യം ഉറക്കെ പറയണം. വഅൻദിർ അശീറതക്കൽ അഖറബീൻ. അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞു അല്ലാഹു തആല, വഅൻദിർ, നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. അശീറതക്കൽ അഖറബീൻ, നിങ്ങളെ അടുത്ത ബന്ധുക്കളെ വിളിച്ചിട്ട് മുന്നറിയിപ്പ് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഇനി ചിന്തിക്കാൻ. ഖദീജ ബീബി അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയാണ് അല്ലേ? നുബുവത്ത് കിട്ടിയതിന് ശേഷമാണോ അഷ്റഫുൽ ഖൽഖ് ഖദീജനെ കെട്ടിയത്? അല്ല. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് ഏത് മതത്തിലായിരുന്നു നേരത്തെ? നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഇവരെ ഭാഷയനുസരിച്ച് വേറെ ഏതോ മതത്തിലായിരിക്കും റസൂലുള്ളാഹി തങ്ങൾ. ഖദീജ ബീബി ഏത് മതത്തിലായിരുന്നു നേരത്തെ? ഹിന്ദു മതത്തിലോ ക്രിസ്തു മതത്തിലോ? ഈ മതങ്ങൾ ഏതെങ്കിലും പരിചയമുണ്ടോ അറബികൾക്ക്, ഖുറൈശികൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജനെ അബൂ താലിബല്ലേ കെട്ടിച്ചു കൊടുത്തത്? ഹംദും സലാത്തും പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ സ്തുതികൾ പറഞ്ഞ് ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും അനുസരിച്ചല്ലേ നിക്കാഹ് ചെയ്ത് കൊടുത്തത്? റൈസറി വിവാഹമാണോ നടത്തിയത് റസൂലുള്ളാഹി തങ്ങളും ഖദീജ ബീവിയും? ആണോ? കഅബത്തിൽ പോയിട്ട് മാലയിട്ട് കല്യാണം കഴിക്കുകയായിരുന്നോ ഖദീജ ബീവി? ശരിക്കും വലിയനെയും സാക്ഷികളെയും വെച്ച് അബൂ താലിബിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക ചിട്ടി അനുസരിച്ചുള്ള നിക്കാഹല്ലേ നടത്തി കൊടുത്തത്? അബൂ താലിബല്ലേ അന്ന് ഖുതുബ നിർവഹിച്ചത് ആ നിക്കാഹിന്? ഇതെന്താ ഈ പുരോഹിതന്മാർ ഈ സമൂഹത്തോട് പറയാതിരിക്കാൻ കാരണമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വരുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയുള്ളൊരു സമൂഹത്തിലേക്കാണ്. അത് ആ സമൂഹത്തെ നന്നാക്കാനാണ് റസൂൽ വന്നത്. ഇത് നമ്മൾ മുസ്ലിമീങ്ങളാണ്. അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ വഹാബികൾ അന്ന് ഖുറൈശികൾക്ക് ഇറങ്ങിയ ആയത്ത് എന്തിനാണ് നമ്മളോട് ഓതുന്നത് എന്ന് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അന്ന് ഖുറൈശികൾക്ക് മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് എന്തിനാണ് നമ്മളോട് ഓതുന്നത് എന്ന്. അതെ, അന്നത്തെ മുശ്രിക്കിനേക്കാൾ അപകടകാരിയാണ് ഇന്നത്തെ മുശ്രിക്ക്. അന്നത്തെ മുശ്രിക്ക് അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അള്ളാഹിനോട് ചോദിക്കും, ബുദ്ധിമുട്ട് മാറിയാൽ ഔലിയാക്കന്മാരടുത്തും പോകും. ഇന്നത്തെ മുശ്രിക്ക് ബുദ്ധിമുട്ട് വന്നാലും ഔലിയാക്കടുത്ത് പോകും, മാറിയാലും ഔലിയാക്കടുത്ത് പോകും. ആരാ അപകടകാരി? അതുകൊണ്ട് തന്നെ വളരെ കൃത്യവും ഗൗരവമുള്ള വിഷയമാണിത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾക്കൊണ്ടേ പറ്റൂ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു നേരത്തെ ഏത് മതക്കാരനായിരുന്നു? ഹിന്ദു മതക്കാരനെന്ന് പറയാൻ പറ്റുമോ? ഹിന്ദു മതം അവർക്ക് പരിചയമുണ്ടോ? ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുമോ? ക്രിസ്തു മതം അവർക്ക് പരിചയമുണ്ടോ? ജൂതമതക്കാരനെന്ന് പറയാൻ പറ്റുമോ? ജൂതമതം അവർക്ക് പരിചയമുണ്ടോ? ഖുറൈശികൾക്ക് ഇസ്ലാം അല്ലാതെ വേറെ എന്തെങ്കിലും മതം അവർക്ക് പരിചയമുണ്ടോ? പിന്നെ എന്നിട്ടും അവരെ അല്ലാഹു തആല മുശ്രിക്കെന്ന് വിളിച്ചു. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അഹ്ലി കിതാബിനെ കാഫർ എന്നും വിളിച്ചു, മക്കത്തെ മുശ്രിക്കുകളെ മുശ്രിക്കെന്നും വിളിച്ചു. അഹ്ലി കിതാബിനെ കാഫർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അവരുടെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട്. ആ രേഖകളെ നിഷേധിച്ചതുകൊണ്ടാണ് അവരെ കാഫർ എന്ന് വിളിച്ചത്. ഖുറൈശികളുടെ കയ്യിൽ ഒന്നുമില്ല. അവർക്ക് നബിമാരെ പരിചയമില്ല, അവർക്ക് കിതാബ് പരിചയമില്ല, അവർക്ക് ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങൾ പരിചയമില്ല. അവർക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ താഴ്വാരത്തിൽ പരമ്പരാഗതമായിട്ട് ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ, അഴമാലുകളാണ് അവർക്ക് പരിചയം. അവർക്ക് നിസ്കാരം അറിയാം, ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത നിസ്കാരം. ഹജ്ജ് അറിയാം, ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത ഹജ്ജ്. ഉംറ അറിയാം, ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത ഉംറ.
സക്കാത്ത് അറിയാം, ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത സക്കാത്ത്. വിവാഹം അറിയാം, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വിവാഹം. ഇതൊക്കെ അവർക്കറിയാം. അതേ അവസരത്തിൽ അവര് ഒരു റസൂല് വരാൻ മാത്രം അപകടത്തിൽ ചെന്ന് ചാടിയത് എപ്പോഴാണ്? 500 കൊല്ലം മുമ്പ് 5ാമത്തെ ഉപ്പൂപ്പ ഖുസൈ എന്ന് പറഞ്ഞ ആള് ആദ്യമായിട്ട് കഅബാലയത്തിന്റെ പരിസരത്തൊരു ജാറം പണിതു. ആ ജാറം പണിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്, അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നത്, അങ്ങനെ കൊണ്ടുവന്നില്ലേ, മുടിയെല്ലാം കൊണ്ടിരുന്ന മാതിരി അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നു. സിറിയയിലെങ്ങാനുള്ള ഏതോ ഖബറുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ പേരിൽ ഒരു രൂപം ഉണ്ടാക്കി കൊണ്ടുവന്നു. എന്നിട്ട് കഅബാലയത്തിന്റെ അടുത്ത് സ്ഥാപിച്ചു. അതാണ് ചരിത്രത്തിൽ കഅബത്തിന് ചുറ്റുമുള്ള ജാറങ്ങളുടെ കൂട്ടത്തിൽ 1ാമത്തെ ജാറം. അത് ഖുസൈ എന്ന അഷ്റഫുൽ ഖൽക്കിന്റെ 5ാമത്തെ ഉപ്പുപ്പ സിറിയയിലേക്ക് കച്ചവടത്തിന് പോയപ്പം കണ്ടതാണ്. ആൾക്കാരെല്ലാം ആവശ്യങ്ങൾ വരുമ്പോൾ ജാറത്തിൽ പോയിട്ട് അൽഫാത്തിയ വിളിക്കുന്നത് ഖുസൈ കണ്ടു. ഇത് ഖുറൈശികൾക്ക് പരിചയമില്ല. 4000 കൊല്ലമായിട്ട് ജാറം പരിചയമില്ല കൂട്ടരെ ഖുറൈശികൾക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ് അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നത്. ഇബ്രാഹിം നബിക്ക് ശേഷം 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ് അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നത്. ഇസ്മായിൽ നബിന്റെയും അഷ്റഫുൽ ഖൽക്കിന്റെയും ഇടയിൽ വേറെ നബിമാരില്ല, വേറെ റസൂലില്ല. അതേ ദിവസം ഇബ്രാഹിം നബിന്റെ വേറെ മോനായ ഇസ്ഹാഖ് നബിന്റെ പാരമ്പര്യമാണ് ഇസ്രായേൽ. ആയിരക്കണക്കിന് നബിമാരെ കൂട്ടത്തിലുണ്ട്, ആയിരക്കണക്കിന് റസൂലുകൾ ആ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ടാണ് മക്കത്ത് നബിമാരും റസൂലുകളും വരാതിരുന്നത്? ഇബ്രാഹിം ഈ ശരീഅത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ടില്ല, അഥവാ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക് അവർ പോയി തുടങ്ങിയിട്ടില്ല. അതേ ദിവസത്തിൽ ജൂതന്മാർ ഉസൈറിലേക്ക് പോയി, ക്രിസ്ത്യാനികൾ യേശുവിലേക്ക്, ഈസനബിയിലേക്ക് പോയി. ഇങ്ങനെയൊന്നും പോകേണ്ട ഒരു ഗതികേട് ഖുറൈശികൾക്ക് വന്നിട്ടില്ല. അത്ര ബലമായിരുന്നു ഇബ്രാഹിം ഈ മില്ലത്ത്, ഇബ്രാഹിം ഈ ശരീഅത്ത്. വത്തബിഇ മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളെ ഉപ്പ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ ഫോളോ ചെയ്തോളണമെന്ന് അല്ലാഹു തആല അഷ്റഫുൽ കൽപ്പിച്ചത് വെറുതെ ആണോ? അങ്ങനെ 4000 കൊല്ലം കഴിഞ്ഞ് 500 കൊല്ലം മുമ്പ് അഷ്റഫുൽ ഹക്കിന്റെ ഉപ്പുപ്പ, 5ാമത്തെ ഉപ്പുപ്പ ഖുസൈ, ആ ഖുസൈ കച്ചവടത്തിന് പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരു ജാറത്തിന് ചുറ്റും നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കച്ചവടത്തിലൊക്കെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി തങ്ങളെ ബർക്കത്ത് ഓതുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞമ്മക്കും ഇരിക്കട്ടെ ആ ബർക്കത്ത് എന്നും പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്, ഇത് സ്ഥാപിച്ചത്. ഈ സന്ദർഭത്തിൽ ഖുറൈശികൾ 2 ഗ്രൂപ്പായില്ലേ, തൗഹീദിന്റെ ഗ്രൂപ്പും അല്ലാത്ത ഗ്രൂപ്പും ആയില്ലേ. ഭൂരിപക്ഷം പറഞ്ഞു ഖുസൈനോട്, നമുക്ക് പരിചയമില്ലാത്തതാണല്ലോ ഇത്, നമുക്ക് അള്ളാഹുവിനോട് മാത്രമല്ലേ ചോദിച്ച് പരിചയമുള്ളൂ, അള്ളാഹുവിന്റെ ഇടയാളായിട്ടോ ശുപാർശകരായിട്ടോ അല്ലെങ്കിൽ ഇടയാളുകളായിട്ടോ അല്ലെങ്കിൽ ലഹീർ സഹായികളായിട്ടോ അല്ലെങ്കിൽ ഒത്താശക്കാരായിട്ടോ നമുക്ക് വേറെ ആളെ പരിചയമില്ലല്ലോ. നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചിരിക്കുന്നവരല്ല, അള്ളാഹുവിനോടല്ലേ നമ്മൾ ദുആ ചെയ്ത് കൊടുക്കുന്ന കഅബാലയത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്. ഇത് പുതിയ പരിപാടി എന്നും പറഞ്ഞിട്ട് പറ്റുത്തോ? അപ്പൊ എന്താ ഖുസൈ പറഞ്ഞത്? അടങ്ങാതിരിക്ക്, ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമാണ്. അന്ന് ഖുസൈ പറഞ്ഞ അങ്ങനെയാ, ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമാണ്. കാരണം സിറിയക്കാർ കച്ചവടത്തിന് വരും മക്കത്തേക്ക്. അവരെ ആകർഷിക്കാൻ, അവരാരാധിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന മഹാന്മാരെ നമ്മളും ആദരിക്കുന്നവരാകണം. അങ്ങനെ തന്നെയല്ലേ ഇവിടെയും വന്നത്. കൊണ്ടോട്ടി തങ്ങന്മാര് യമനിൽ നിന്ന് വന്ന സൂഫി ഷെയ്ഖുകൾ മരിച്ചപ്പോൾ കബറടക്കിയിട്ട് അങ്ങനെയല്ലേ കൊണ്ടോട്ടി ജാറം വന്നത്. 800 കൊല്ലം മുമ്പ് ആ ജാറുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കേരളത്തിലും കർണാടകയിലൊക്കെ ജാറങ്ങൾ വന്നത്. ഇതിനെന്തിനാ ഒളിപ്പിച്ചു വെക്കുന്ന ഇവിടുത്തെ പുരോഹിതന്മാർ പാവപ്പെട്ട സാധാരണക്കാരനെ വഞ്ചിക്കാൻ, അവരെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ വേറൊരു ലക്ഷ്യവും അവർക്കില്ല. അതിനുശേഷമാണ് ഖുറൈശികൾ ആ രീതിയിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഓരോ ഗോത്രക്കാരും ഓരോ കബീലക്കാരും അവരവർക്ക് ഇഷ്ടപ്പെട്ട മഹാന്മാരെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കലായി. അങ്ങനെ ലാത്തനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കലായി. അങ്ങനെ ലാത്തക്ക് ഖബറുണ്ടാക്കി. അങ്ങനെ സഫന്റെ മേലെ ഖബറുണ്ടായി, മർവന്റെ മേലെ ഖബറുണ്ടായി. ബഹുമാനപ്പെട്ട സഹാബാക്കൾ സഫാ മലയിൽ ഉംറ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വിഷമം, സഫാ മർവന്റെ ഇടയിൽ നടക്കാൻ അവർക്കൊരു വിഷമം, ഒരു പ്രയാസം അവർക്ക്. കാരണം അവരെ പഴയ കാലത്ത് ജാറത്തിൽ പോയിട്ട് അൽഫാത്തിയ വിളിച്ച സ്ഥലമാണ് സഫാ മലയിൽ പഴയ ഒരു മഹാന്റെ ഖബറുണ്ടായിരുന്നു. ആ ഖബറും പുറത്തു പോയിട്ട് അവരോട് തവസ്സുൽ ഇസ്തിഗാസ ചെയ്ത ചരിത്രമുണ്ട്. ഇവർക്ക് വരാൻ ഒരു വിഷമം. അതുകൊണ്ട് സഫാ മലന്റെ ഇടയിൽ കൽപ്പിച്ചപ്പോൾ, സഫാ മർവന്റെ ഇടയിലുള്ള നടത്തം ഹജ്ജിന്റെ ഫർലാക്കിയപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ പഴയകാല ഖുറൈശികൾ, ഇപ്പം മുസ്ലിമുകളാണ്, വഹീദികളാണ്, അവർക്കൊരു വിഷമം. അവർക്ക് ആ ജാറത്തിന്റെ അടുത്തെടുക്കാൻ വിഷമം. പഴയ കാലത്തുള്ള ജാറമാണെങ്കിലും അതിലെ പൊളിച്ച് നീക്കിയെങ്കിലും അവിടെ പോകാനൊരു വിഷമം. പണ്ട് പൂജ നടത്തിയ സ്ഥലമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അല്ലേ ആയത്തിറങ്ങിയത്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഇതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവവ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ആയത്തിറങ്ങിയത് അപ്പോഴല്ലേ. ഇന്ന സഫാ വൽ മർവ, തീർച്ചയായും സഫയും മർവയും
ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാ, അല്ലാഹുവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത, കഅബാലയത്തിൽ ഒരുത്തൻ ഹജ്ജിന് വന്നാൽ, അവീതമറ അല്ലെങ്കിൽ ഉംറക്ക് വന്നാൽ, ഫലാ ജുനാഹ അലൈഹി, അവർക്ക് തടസ്സമില്ല, അവർക്ക് കുഴപ്പമില്ല. അൻ യതവഫ ബിഹിമ, സഫയും മർവയുടെ ഇടയിൽ നടക്കുന്നതിന് കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല എന്നുള്ള ആയത്ത് പറഞ്ഞ അതേസരം ഹജ്ജിന്റെ വലിയ തവഫു ബിൽ ബൈത്തിൽ ഹതീഖ്, കഅബ തവാഫ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല തവാഫ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പം പറഞ്ഞത് സഫറിന്റെയും മഴവിൽ നിങ്ങൾക്ക് വിഷമമൊന്നും കാണിക്കണ്ട, മടി കാണിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്തോ. തൗഹീദ് ശിർക്കിന്റെ കാലഘട്ടത്തിൽ നടന്നതെല്ലാം പൊളിച്ചു മാറ്റപ്പെട്ടു എന്നുള്ള ഓഫറിൽ അല്ലാഹു തആല കൊടുക്കുന്നത്. ഇവിടെ ഈ ഫലാ ജുനാഹ എന്നുള്ള ആയത്തിന്റെ എന്താണ് അർത്ഥം വെക്കേണ്ടത്? തടസ്സമില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല. എന്നെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നല്ലേ അർത്ഥം? അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പണ്ട് സഫയിൽ ജാറും ഉണ്ടായിരുന്നു, ആ ജാറത്തിൽ പോകാൻ അവർ മടിച്ചു, അതന്നെ പ്രശ്നം. ഇപ്പോൾ നിങ്ങളത് മടിക്കേണ്ടതില്ല, ധൈര്യമായിട്ട് പോയിക്കോ, അതെല്ലാം കളിച്ചു കോരി പോയില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കിന്റെ മാന. അത്ര ക്ലിയർ അല്ലേ അവിടുത്തെ തൗഹീദ്? ആ സമൂഹത്തിലേക്കല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്? റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ പഠിപ്പിക്കാൻ വന്ന പ്രവാചകനാണോ? നോമ്പൊക്കെ പഠിപ്പിക്കാൻ വന്ന പ്രവാചകനാണോ? നിസ്കാരം ഫർളാകുന്നത് 11 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ? റസൂലുള്ളാഹി തങ്ങൾ നബിയായി വന്നിട്ട് 11 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നിസ്കാരം ഫർളാക്കുന്നത്? അതുവരെ ഐച്ഛിക നിസ്കാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിസ്കാരം ഉണ്ടായിട്ടില്ല അതിന് മുമ്പ്. നിങ്ങളൊരു കാര്യം കേൾക്കി, സത്യം പറയുമ്പോൾ നീണ്ടുപോകും, ഞാൻ നിർത്തിയേക്കാം. നിങ്ങൾക്ക് ശീലമില്ലാത്തതാണ് ഇങ്ങനെ ഇരിക്കലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ നിർത്തിയേക്കാം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന് 8 വയസ്സ് പ്രായം. 8 വയസ്സ് പ്രായം അലി റളിയല്ലാഹു തആല അൻഹുവിന്. അബൂ താലിബിന്റെ മകനാണ്, അഷ്റഫുൽ ഖൽഖിന്റെ മൂത്താപ്പാന്റെ മകൻ. അതൊരു ചരിത്രമാണ്. അബൂ താലിബിന്റെ മക്കൾ, അബൂ താലിബ് ദരിദ്രനായിരുന്നു, അതുകൊണ്ട് മക്കളെ ഒരാൾ ഏറ്റെടുത്തു. ജഅഫർ ബിൻ അബി താലിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. അന്ന് അബ്ബാസ് മുസ്ലിം ആയിരുന്നില്ല, അല്ല അന്ന് ഇസ്ലാമേ ഉണ്ടായിരുന്നില്ല, റസൂലുള്ളാഹി തങ്ങൾ നബി ആയിട്ടില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ അലിയിനെ ഏറ്റെടുത്തു. ചെറിയ കുട്ടിപ്രായത്തിൽ അലിയും റസൂലുള്ളാഹി തങ്ങളടുത്തേക്ക് വരുന്നത്, ഖദീജയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 6, 7, 8 വയസ്സിൻ്റെ ഇടയിൽ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ റളിയല്ലാഹു തആല അൻഹയും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ. അപ്പോഴാണ് അലി കയറി വന്നത്. അവിടെയാണ് വീടാണല്ലോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് അലി അല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? നിങ്ങളും മാമിയും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാടൻ ഭാഷ ഇപ്പോൾ നിങ്ങളും മാമിയും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? അലി അത് നിസ്കരിക്കുകയായിരുന്നു. എന്താ നിസ്കാരം എന്താണ്? അതെ, ആ അള്ളാഹുവിനെ സുജൂദ് ചെയ്യലാണ് മോനെ. അള്ളാഹ് കൽപ്പിച്ചിരിക്കുന്നു നമ്മളോട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ. വസ്ജുദ് വർക്കഉ മഅറാക്കി. മോനെ, അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കണം, അള്ളാഹു മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ നുബുവത്ത് കിട്ടിയതിന് ശേഷമാണോ അലി അല്ലാഹു തആല അൻഹുവിനെ ഉപദേശിച്ചത്? ആണോ? അത് ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഞാൻ ഒന്ന് ബാപ്പാനോട് ചോദിക്കട്ടെ. അലി അല്ലാഹു തആല അൻഹു ബാപ്പാൻ്റെ അടുത്തേക്ക് പോയി, അബൂ താലിബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ, നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നീ ഇത് രഹസ്യമാക്കി വെച്ചേക്കണം. ഞാനും ഖദീജനും കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പുറത്താക്കണ്ട, കാരണം ഖുറൈശികൾക്ക് ദഹിക്കൂല. അങ്ങനെയല്ലേ അലി അല്ലാഹു തആല അൻഹു അബൂ താലിബിൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ ഉണ്ടോ എന്നിട്ട് പിന്നെ നിസ്കരിക്കാൻ തുടങ്ങിയില്ല. അലി അല്ലാഹു തആല അവരൊന്നിച്ച് ആ വീട്ടിൽ നിന്ന് അഷ്റഫുൽ ഖൽഖും ഖദീജയും അലിയും കൂടിയിട്ടല്ലേ നിസ്കരിച്ചുകൊണ്ടിരുന്നത്. വളരെ കൃത്യമല്ലേ കാര്യം, ചരിത്രങ്ങളൊക്കെ. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? അതേ പറഞ്ഞത്, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാകുന്നതിന് മുമ്പേ ഖുറൈശി സമൂഹത്തിൽ ഇസ്ലാമിനെ പരിചയമുണ്ടായിരുന്നു, ഇസ്ലാമിൻ്റെ അമാലുകൾ പരിചയമുണ്ടായിരുന്നു, കർമ്മങ്ങൾ പരിചയമുണ്ടായിരുന്നു. ഇവിടുത്തെ ഷിയാക്കൾക്ക് പരിചയമുള്ളതുപോലെ. പിന്നെ എന്തിനാ മുഹമ്മദ് റസൂലുള്ളാഹി വന്നത്? 11 കൊല്ലം കഴിഞ്ഞിട്ട് നിസ്കാരം പഠിപ്പിച്ചു. അതിന് മുമ്പെന്താണ് ജോലി റസൂലുള്ളാഹി തങ്ങൾക്ക്? 13 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ സക്കാത്ത് ഫർളാകുന്നത്? നുബുവത്ത് കിട്ടിയിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ സക്കാത്ത് ഫർളാകുന്നത്? അല്ലേ? 15ാമത്തെ കൊല്ലമല്ലേ നോമ്പ് ഫർളാകുന്നത്? 23ാമത്തെ 22ാമത്തെ കൊല്ലമല്ലേ ഹജ്ജ് ഫർളാകുന്നത്? അതുവരെ എന്തായിരുന്നു ജോലി? അമാലുകളല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, ഈമാനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അമാലുകൾ പണ്ടേ ഉള്ളതാണ്. ആ അമാലുകൾ തർത്തീബോടുകൂടി ചെയ്യാനാണ് 2ാമത്തെ ഷഹാദ വെച്ചിരിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി അശ്ഹദു അന്ന
മുഹമ്മദ് റസൂൽ വെച്ചിരിക്കുന്നത് അഅ്മാലുകൾ അന്ന് ഖുറൈശികൾ ചെയ്ത പോലെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല. ഒരു പ്രവാചകന്റെ ചിട്ട അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് അല്ലാഹു തആല റസൂലിലൂടെ ഷഹാദത്ത്, റിസാലത്തിലുള്ള ഷഹാദത്ത് വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഖുറൈശികൾ അവർക്കിഷ്ടം പോലെ ഉസ്താദുമാർ പറയും പോലെ കേൾക്കാൻ തുടങ്ങി. ഉസ്താദുമാർ ഷെയ്ഖന്മാർ പറയുന്നത് പോലെ അമൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് പറ്റൂല. റസൂൽ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യണം. എന്നിട്ട് അല്ലാഹു തആല ഓർഡർ ഇട്ടു, അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ വമാ ആതാക്കുമുർ റസൂൽ ഫഖുദു. റസൂൽ പറഞ്ഞതേ ചെയ്യാവൂ. നാരിത്തു സ്വലാത്ത് ഇസ്ലാമിലില്ല, അതുകൊണ്ട് പറ്റൂല. ശഅബാൻ 15 നോമ്പ് ഇസ്ലാമിലില്ല, അതുകൊണ്ട് എന്താ ഇല്ലാത്തത്? രണ്ടാമത്തെ ഷഹാദത്തുമായിട്ട് അതിന് ബന്ധമില്ല. റിസാലത്തിന്റെ കയ്യൊപ്പോടുകൂടി ശരീഅത്ത് അംഗീകരിച്ചിരുന്നത് മാത്രമേ അള്ളാഹുവിൻ്റെ കൽപ്പന എന്നുള്ള നിലക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതിനാണ് രണ്ടാമത്തെ ഷഹാദ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ ഷഹാദ പോലെ ഉസ്താദുമാർ പറയും പോലെ കേട്ട് ജീവിച്ചാൽ മതി. നിങ്ങൾ ഒറ്റ ഷഹാദ പോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പോലെ. എന്തിനാ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ദിക്ർ ഇറക്കി സ്വലാത്ത് ഇറക്കി നടത്താനോ? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വെച്ചത് തന്നെ എന്താണ്? പണ്ട് ഖുറൈശികൾ അവർക്ക് ഇഷ്ടം പോലെ, ഉസ്താദുമാർക്ക് ഇഷ്ടം പോലെ ഉള്ളത് കൂട്ടിയിരുന്നു. ഇബ്രാഹിം നബി പഠിപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ച ദീനിനോടൊപ്പം ഉസ്താദുമാർ പഠിപ്പിച്ച ദീനും കൂടി ഖുറൈശികൾ ചെയ്തിരുന്നു. അതിൽ പെട്ടതാണ് തൽബിയത്തിന്റെ അവസാന ഭാഗത്തുള്ള 2 വരി. ഇബ്രാഹിം നബി പഠിപ്പിച്ച തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇത് ഇബ്രാഹിം നബി പഠിപ്പിച്ച തൽബിയത്ത്, ഇസ്മായിൽ നബി പഠിപ്പിച്ച തൽബിയത്ത്, ഖുറൈശികൾ അങ്ങനെ ഇങ്ങത്തോളം പഠിപ്പിച്ച തൽബിയത്ത്. 500 കൊല്ലം മുമ്പ്, 500 കൊല്ലത്തിനിപ്പുറം ഔലിയാക്കൾ വന്നു. ഔലിയാക്കളെ ബഹുമാനിക്കാൻ തുടങ്ങി, ഔലിയാക്കളെ ശുപാർശക്ക് വരക്കാൻ തുടങ്ങി. അപ്പോൾ ഉസ്താദുമാർ എന്ത് ചെയ്തു? ആ ഔലിയാക്കളെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ഉംറക്കും ഹജ്ജിനും വരുമ്പോൾ ആ ഔലിയാക്കളെയും കൂടി ഓർമ്മിക്കാൻ വേണ്ടി ഒരു വാക്കും കൂടി വെക്കണം. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. അല്ലേ? ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദിന്റെ തർബിയത്തിനോടൊപ്പം ഉസ്താദുമാരെ വക കുറച്ച് നല്ല വാക്കുകൾ എന്താണ്? ഇല്ലാ ശരീകൻ ഹുവ ലക. അള്ളാഹു നിനക്ക് ശരീക്കുകൾ ആരുമില്ല, പങ്കാളികൾ ആരുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കാളി ഒഴികെ. തംലികുഹു വമാ മലക്, ആ പങ്കാളി പുറത്തുനിന്നുള്ളവരല്ല, നിന്റെ സ്വന്തക്കാരായ ഔലിയാക്കളാണ്, നിന്റെ മഹാന്മാരാണ്. തംലികുഹു, അവരെ നീ ഉടമപ്പെടുത്തുന്നു. വമാ മലക്, അവരെ കയ്യിലുള്ളത് നീ കൊടുത്തതാണ്, നീയുമായിട്ട് ബന്ധമുള്ളവരാണവർ. ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലികുഹു വമാ മലക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഒന്നിച്ച് അങ്ങനെ വേറെ ആളെ കൂട്ടാൻ പറ്റുകയില്ല. ശരീഅത്ത് നടപ്പിലായി, ഹജ്ജ് ഫർളായപ്പോൾ തൽബിയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇതങ്ങ് മാറ്റാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഈ തൽബിയത്ത് കിട്ടിയത്. അതാണ് റസൂലിന്റെ പ്രത്യേകത, റിസാലത്തിന്റെ പ്രത്യേകത അതാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലിന്റെ പ്രത്യേകത അതാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞു നിർത്താം. ഉമർ റളിയല്ലാഹു തആല ന്യൂസിൽ ആദർശത്തിലേക്ക് വന്നു, അങ്ങനെ പറയണം. മതം മാറി എന്ന് പറയരുത്. കാരണം പഴയ പാരമ്പര്യ മുസ്ലിമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ആദർശ മുസ്ലിം പിന്നെ ആകുന്നത് എന്നുവെച്ചാൽ ഇവിടുത്തെ ഖുറാഫികൾ സലഫി ആകുന്നത് പോലെ ഇവിടുത്തെ ഷിയാക്കൾ, ഖുറാഫികൾ എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഇവിടുത്തെ സലഫി ഷിയാക്കൾ ഷീഈ മതത്തിൽ നിന്ന് സലഫിയത്തിലേക്ക് വരുന്നത്, ഷീഈ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നത്, അതാണ് സലഫിയത്തിലേക്ക് വരുന്നത്. സലഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും ആദ്യത്തെ തലമുറയും ജീവിച്ച പോലെ ജീവിക്കുന്നവരെന്നേ അർത്ഥമുള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല. സലഫികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് റസൂലും സഹാബാക്കളും എങ്ങനെയാണോ അങ്ങനെ അത് പറയുന്നവരാണ് സലഫികൾ. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അള്ളാഹിന്റെ റസൂലിന് ശേഷം മഹാന്മാരും ഔലിയാക്കളും എന്താണോ പറയുന്നത് അതുപോലെ എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ദർഗകൾ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയവർ, ജീവിച്ചിരിക്കുന്ന സൂഫികളെയും മൗലാനമാരെയും ഷെയ്ഖുനമാരെയും വെച്ച് മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയവർ, അവരാണിവർ. മഹാഭൂരിപക്ഷം 98% കേരളത്തിൽ ഷിയാക്കളാണ്. എന്താ അംഗീകരിച്ചു കൊടുക്കാൻ എത്ര ബുദ്ധിമുട്ട്? 98%, 2% മാത്രമാണ് സലഫികൾ കേരളത്തിൽ. അതുകൊണ്ട് ഭൂരിപക്ഷം നോക്കിയിട്ടൊന്നും ആരും നിൽക്കണ്ട. ആദർശത്തിന്റെ ബലം നോക്കിയിട്ട് മാത്രം നിന്നാൽ മതി. ഭൂരിപക്ഷവും പണവുമാണ് ആവശ്യമെങ്കിൽ നേരെ പോയിക്കോ അപ്പുറത്തേക്ക്. ഇനി പള്ളിയിലേക്ക് അവരെയൊക്കെ കൂട്ടിക്കൊണ്ടല്ല പരിപാടിയെങ്കിൽ പള്ളിൻ്റെ ആവശ്യമില്ല, പള്ളി പൂട്ടിയിട്ട് നേരെ അപ്പുറത്തേക്ക് പോയാൽ മതി. അവിടെ എല്ലാ ആൾക്കാർ കൂടുതലുള്ളത്, വലിയ പള്ളി അപ്പുറം ഇല്ലേ, അടുത്തേക്ക് പോയാൽ പോരെ. ഇതങ്ങ് പിരിച്ചു വിട്ടിട്ട് ഇങ്ങനെ സെൽഫി പള്ളി എന്ന് പറഞ്ഞിട്ട് പള്ളി നിലനിൽക്കണോ? അങ്ങ് പിരിച്ചു വിട്ടാൽ പോരെ. ഞമ്മൂഞ്ഞിമ്മൽ ഒന്ന് തന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ തർക്കത്തിനൊക്കെ നിൽക്കുന്നത്? പിന്നെ ഇല്ല, സലഫിയത്ത് ആദർശമാണ്. ആദർശത്തിലേക്ക് തിരിച്ചു വരും. ഒരാൾ സലഫിയാകാന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തിൽ നിന്ന് ആദർശത്തിലേക്ക് തിരിച്ചു വരുന്നവർ, അതാണ് സലഫികൾ. അത് വളരെ കൃത്യവും വ്യക്തവുമാണ്. പ്രമാണമാണ് വിഷയം, വേറെ ഒന്നും വിഷയമല്ല. മാ കാലല്ല, ഒന്നിക്കൽ അള്ളാഹ് പറഞ്ഞത്, മാ കാല റസൂലുള്ള, അല്ലെങ്കിൽ അള്ളാഹ് റസൂല് പറഞ്ഞത്,
ആസാറു സഹാബാക്കൾ ജീവിച്ച് കാണിച്ചു തന്നത്. തീർന്നു. അതിനപ്പുറം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽക്കിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എൻ്റെ പഴയ കാലത്ത്, പാരമ്പര്യകാലത്ത്, ഞാൻ പാരമ്പര്യക്കാരനായിരിക്കുന്ന കാലം, അതാണ് ജഹാലത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഷിയാക്കളെ ജഹാലത്തിൻ്റെ കാലക്കാരൻ നമുക്ക് പറയാം. അന്ന് ഞാൻ മസ്ജിദുൽ ഹറാമിൽ ഒരു ദിവസം ഇഅ്തികാഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു. മസ്ജിദുൽ ഹറാമിൽ ഒരു ദിവസം ഇഅ്തികാഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു ഞാൻ. ആ നേർച്ച ഞാൻ വീഴണോ നബിയെന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്. പഴയ കാലത്താണ് ഞാൻ ലാ ഇലാഹ പ്രഖ്യാപിക്കുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഒരു ഷെയ്ഖിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തതിന് മുൻപ്, സകല ഷെയ്ഖന്മാരുടെയും പിന്നാലെ പോയ കാലം, സകല ഷെയ്ഖന്മാർക്കും ബർക്കത്തിന് വേണ്ടി പോയ കാലം, ആ കാലത്ത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി മസ്ജിദ് ഹറാമിൽ ഇഅ്തികാഫിന് നിയത്താക്കിയിരുന്നു. ഞാൻ ഏത് മസ്ജിദ് ഹറാം, ഏതല്ല, ഏത് ഇഅ്തികാഫ്? അന്ന് റളിയല്ലാഹു മറ്റേ മതത്തിലാന്ന് പറഞ്ഞാൽ അപ്പോൾ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞ എന്താണ് റളിയല്ലാഹുവിനോട്? ഊഫി ബിനദിരിക്, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കണം എന്നുവെച്ചാൽ പഴയ മതത്തിലുള്ളതെല്ലാം ഇപ്രാവശ്യം ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നും ഇസ്ലാമിലുള്ളതാണ് നിങ്ങൾ അന്ന് ചെയ്തത്. ഇബ്രാഹിം ഈ മില്ലത്തനുസരിച്ചുള്ള ഇസ്ലാമാണ് നിങ്ങളന്ന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് പൂർത്തിയാക്കണം. റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ളതെല്ലാം ബാത്തിലാണെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അത് ഞാൻ നബിയായതിനു ശേഷം പഠിപ്പിച്ചതല്ലല്ലോ, ഞാൻ നബിയാതിന് മുമ്പ് പഠിച്ചതല്ലേ, അത് വിട്ടേക്ക് എന്നല്ലല്ലോ പറഞ്ഞത്. ഊഫി ബിനദിരിക്, നിങ്ങൾ ആ നേർച്ച പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു തആല ഏത് മതക്കാരനാണ്? പാരമ്പര്യ മുസ്ലിം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്ത് വന്നതാണ് അല്ലാഹു എന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, സമയം ഒരുപാട് ഇങ്ങനെ പോയി. പറഞ്ഞു വന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ദീൻ ഇസ്ലാമാണ്. ആ ഇസ്ലാം മതവുമായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റൂല. മതത്തിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ് ഇസ്ലാം. ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് ജീവിക്കുകയും ആഖിറത്തിലെത്തിയാൽ ആ ആദർശത്തിൻ്റെ ഫലം ആസ്വദിക്കുകയും അതേ അവസരത്തിൽ ദുനിയാവിൽ ആവശ്യങ്ങൾ അത് മൊത്തത്തിൽ മനുഷ്യർക്കുള്ളതാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ദീനാണ് ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ശരിയാണ്. എന്നിട്ട് അല്ലാഹു തആല വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഇസ്ലാം അല്ലാത്തൊരു ദീനനുസരിച്ചാണ് ഒരുത്തൻ ജീവിച്ചതെങ്കിൽ, ഒന്നിക്ക് ഷീഈ ദീനനുസരിച്ച്, അല്ലെങ്കിൽ ജൂത നസാറ ദീനനുസരിച്ച്, അല്ലെങ്കിൽ ആര്യ ദ്രാവിഡ ദീനനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ അവൻ അള്ളാഹിനെ തന്നെയാണ് പേടിക്കുന്നത്, അള്ളാഹ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ പറയപ്പെട്ട ദീനനുസരിച്ചാണ് എങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അള്ളാഹ് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. എന്താ സംഭവിക്കുന്നിട്ട്? ഓൻ്റെ അന്നം മുടക്കിക്കളയോ അല്ലാഹു തആല, ഓൻ്റെ ചോറ് മുടക്കിക്കളയോ, ഓൻ്റെ വെള്ളം മുടക്കിക്കളയോ, ഓൻ്റെ കിണറ്റിൻ്റെ വെള്ളം പറ്റിച്ചളയോ അല്ലാഹു തആല, ഓൻ്റെ കച്ചവടം നഷ്ടത്തിലാക്കി കളയോ അല്ലാഹു തആല. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞത് ഫഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, മരിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ അവൻ തീരാ നഷ്ടത്തിലായിരിക്കും. അപ്പോൾ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താ? ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കലാണ്, ഭൂമിയിൽ ആവശ്യം പൂർത്തിയാക്കാനുള്ള മാർഗം സ്വീകരിക്കലല്ല. ഇൻഷാ അല്ലാഹ് തുടർ കാര്യങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് അല്ലാഹുവിൻ്റെ റസൂൽ പ്രാവർത്തികമാക്കിയത് എങ്ങനെ നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.